കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. ദേവൻ നമ്മെ കുറിച്ച് വിരുമ്പുகிறது அதுதான். ഞാനത് ആ ഭാഗം അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ എന്റെ മനസ്സിൽ കൂടെ ഒരു സംഭവം ഇങ്ങനെ കടന്നുപോയി. அந்த பகுதியை அந்த ஊழியர் செல்லுகிற நேரத்திலே என்னுடைய சிந்தையிலே அவன் ஒரு பகுதிப்படியாய் கடந்து രണ്ട് പ്രാവശ്യം അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചു. இரண்டு முறை அந்த ഭാഗത്തെ அந்த பகுதியை அவர் உபயோகப்படுத்தினார். വേദപുസ്തകത്തിൽ ആ ഭാഗം പറഞ്ഞിരിക്കുന്നത് മത്തായി മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ. മാർക്കോ എഴുതിയ സുവിശേഷ പുസ്തകം 4-ാമത് അധികാരത്തിലെ அந்த പകുതി ചൊല്ലപ്പെട്ടിരിക്കുന്നത്. 35-ാമത്തെ വാക്യം മുതൽ നോക്കുമ്പോൾ 35-ാவது വചനം മുതൽ നാം பார்க்கும்போது വചനം പറഞ്ഞിരിക്കുന്നു, സന്ധ്യയായി. ആമേൻ. വചനം சொல்லுகிறது சாயந்திரமாயிற்று. പടകിനകത്ത് യേശു കർത്താവ് കയറുകയാണ്. പടകിലെ ആമേൻ യേശു കടന്നു വരികയാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്നു പടകിൽ യേശു കൊണ്ട് ശിഷ്യന്മാരുണ്ട്. പടകിലെ യേശു ആമേൻ കാണപ്പെടുகிறார், ശിഷ്യர்கள் இருக்கிறார்கள். യേശു പടകിൽ കയറിയ പാടെ അമരത്ത് കിടന്ന് തലയണ വെച്ച് ഉറങ്ങി. യേശു പടകിൽ ആമേൻ ഏറിന ഉടനെ ആമേൻ തലയണ வைத்து அவர் தூங்கிக் கொண்டிருக்கிறார். എല്ലാരും പറഞ്ഞ തലയണ വെച്ച് തൂങ്ങി. ആമേൻ. എല്ലാരും சொல்லுங்க, തലയണ வைத்து ആമേൻ പടുത്തുக் കൊണ്ടിരിக்கிறார். ആരും പറഞ്ഞില്ല, യാരും ചൊല്ലല. നിങ്ങൾ നിർബന്ധമായിട്ട് പറഞ്ഞേ പറ്റൂ. ആമേൻ. നിങ്ങൾ ദൈവസമൂഹത്തിലെ ചൊല്ലിയാകണം. കമോൺ, എല്ലാരും പറഞ്ഞേ തലയണ വെച്ച് ഉറങ്ങി. ആമേൻ. തലയണ வைத்து പടുത്തുറങ്ങിന. ഇവിടെ ഇരിക്കുന്നത് നിങ്ങളും കൂടെ ഈ സൈഡിലൂടെ വന്നിരിക്കാൻ പറ്റും. നിങ്ങളൊന്ന് കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. ആമേൻ. ഇങ്ങ അമർന്നിരിക്കുന്നവர்கள் கூட ആമേൻ ഇങ്ങ வந்து ആമേൻ ഇരുന്നിങ്ങനെ நல்லா இருக்கும் பார்ப்பதற்கு. താങ്ക് യു ബ്രദേഴ്സ്. ഓക്കേ, യേശു എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. യേശു തലയണ വെച്ച് ഉറങ്ങി. ആമേൻ. യേശു തലയണ வைத்து ആമേൻ തൂങ്ങിന. എല്ലാരും പറഞ്ഞ തലയണ വെച്ച് തൂങ്ങി. ഇല്ല, ഇങ്ങനെ പറഞ്ഞാൽ പറ്റും, ഉറച്ചു പറയണം. തലയണ വെച്ച് ഉറങ്ങാനുള്ള സ്ഥലമാണോ പടക്? ആമേൻ. തലയണ வைத்து തൂങ്ങുവதற்கான இடமா പടക്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പടകിനകത്ത് കയറുമ്പോ എന്തുകൊണ്ട് കയറണം? ആമേൻ. പടകിற்குள் നാം എதற்காக ஏற வேண்டும்? പടകിനകത്ത് കയറുമ്പോൾ എന്തോ സാധനം കൊണ്ട് കയറണം. ആമേൻ. പടകിற்குள்ளே ആമേൻ നാം പ്രവേശിക്കുമ്പോൾ എന്ന പൊരുളை കൊണ്ട് ആമേൻ പ്രവേശിக்க வேண்டும். എന്തുകൊണ്ട് കയറണമെന്ന് അറിയാം? തുടുപ്പ് കൊണ്ട് കയറണം. ആമേൻ. എന്നെ കൊണ്ട് ഏറ വേണ്ടും എന്ന് ചൊല്ലി നാം ചിന്തിപ്പോമാനാൽ ആമേൻ തുടുപ്പை കൊണ്ട് കയറ வேண்டும். അന്നത്തെ കാലത്ത് സ്പീഡ് ബോട്ട് ഇല്ല. അന്നേ കാലഘട്ടത്തിലെ സ്പീഡ് ബോട്ട് കിടയാതെ, മോട്ടോർ ബോട്ട് ഇല്ല, മോട്ടോർ ബോട്ട് കിടയാതെ. പടകിൽ കയറിയിട്ട് തലയണ വെച്ചാൽ പടക് മുമ്പോട്ട് പോകൂല. ആമേൻ. പടകിൽ ഏറി തലയണ வைத்தாൽ ആമേൻ പടക് ഒരുപോതും മുൻപായി കടന്നു പോവതില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? എല്ലാവരും പടകിൽ കയറിയപ്പോൾ തുടുപ്പ് കൊണ്ടാ കയറി. ആമേൻ. എല്ലാവരും പടകിലെ കടന്നു പോകുമ്പോൾ ആമേൻ ഏറുന്ന പോത് ആമേൻ തുടുപ്പை ഉപയോഗപ്പെടുത്തി. യേശു മാത്രം പടകിൽ കയറിയപ്പോ തലയണ കൊണ്ട് കയറി. യേശു മാത്രം പടകിലെ തലയണയെ കൊണ്ടുകയറുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ കർത്താവ്, ഇതിനകത്ത് എല്ലാവരും പടകിൽ കയറുമ്പോ ഈ തുടുപ്പ് കൊണ്ട് കയറേണ്ട സ്ഥലത്ത് യേശു തലയണ കൊണ്ട് കയറണമെങ്കിൽ ഹൗ പ്ലാൻഡ് ഹി വാസ്. ആമേൻ. ഞാൻ ഇപ്പടിയായി ചിന്തിത്തേൻ. എല്ലാ നബറുകളും ആമേൻ തുടുപ്പ് കൊണ്ട് ആമേൻ പടകിൽ ഏറുമ്പോൾ യേശു മാത്രം തലയണയെ കൊണ്ട് வருகிறார் என்று சொன்னால் அவர் எவ்வளவு பெரிய பிளான் வைத்திருக்கிறார். കയറിയ ഉടനെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങി. അവർ ആമേൻ ഏറിന ഉടനെ ആമേൻ തലയണ வைத்து അവർ തൂങ്ങുகிறார். കാറ്റടിച്ചു, കാറ്റ് വീശുகிறது. കാറ്റടിച്ചിട്ട് തിരമാല ഇളകി പടകിനകത്ത് കയറി. ആമേൻ. കാറ്റടിക്കുന്നത്, കടൽ ഇളകി ആമേൻ പടകിற்குள்ளாய் പ്രവേശിക്കുന്നു. ഉടനെ ശിഷ്യന്മാര് പറയുക, ഗുരു. ആമേൻ. ശിഷ്യர்கள் சொல்லுகிறார்கள், குருவே, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിരോധമില്ലയോ? നാങ്കൾ അழிந்து പോകുന്നതിലെ ആമേൻ നമുക്ക് വിരോധമില്ലയാ? ശ്രദ്ധിക്കണം, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് കവലയില്ലയോ എന്ന് ചോദിക്കുന്നു. ആമേൻ. നാങ്കൾ ആമേൻ നശിക്കുന്നതിലെ അழிந்து പോകുന്നതിലെ ഉമക്ക് കവല ഇല്ലയാ എന്ന് കേட்கிறார். എന്റെ ചോദ്യം, നിൽക്കുന്നവനാണോ ആദ്യം അழிഞ്ഞു പോകേണ്ടത്, കിടക്കുന്നവനാണോ അഴിഞ്ഞു പോകേണ്ടത്? ആമേൻ. என்னுடைய கேள்வி, ஆமென், நிற்கிறவர்கள் முதலிலே அழிந்து போவார்களா, இல்லை படுத்திருக்கிறவர்கள் முதலிலே அழிந்து போவார்களா? പങ്കായം കൊണ്ട് അല്ലെങ്കിൽ തുടുപ്പ് കൊണ്ട് തുഴയുന്നവൻ ആദ്യം നശിക്കുമോ, പടകിൽ അമരത്ത് തലണ വെച്ച് കിടക്കുന്നവൻ നശിക്കുമോ ആദ്യം? ആമേൻ. പടകിലെ തുടുപ്പை കൊണ്ട് ആമേൻ ഉപയോഗപ്പെടുത്തുகிறவன் முதலிலே அழிந்து போவானோ, இல்லை அமரத்திலே படுத்திருக்கிற തലയണ வைத்து படுத்திருக்கிறவர் முதலிலே அழிந்து போவார்? സത്യം പറഞ്ഞാൽ തലയണ വെച്ച് ഉറങ്ങുന്നവനാണ് ആദ്യം പടകിൽ നിന്ന് നശിക്കേണ്ടത്. உண்மையை சொல்லுவோம் என்று சொன்னால் படுத்துக் கொண்டிருக்கிறவர் தான் முதலிலே ஆமேன் அழிந்து போக வேண்டிய சூழ்நிலை ഉണ്ടാകും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, ഇങ്ങ നാം பார்க்கும்போது, ഈ ചോദിച്ച ശിഷ്യന്റെ അകത്തൊരു വെളിപ്പാടുണ്ടായി. ആമേൻ. இந்த കേട്ടതാണ് ആമേൻ ശിഷ്യനുക്കുള്ളേ ഒരു ദർശനം വെളിപ്പെട്ടു. കർത്താവേ, ഞങ്ങൾ തുഴഞ്ഞിട്ടും ജയിക്കാൻ പറ്റുന്നില്ല, നീ ഉറങ്ങി ജയിക്കുന്നുണ്ട്. ആമേൻ. നാങ്കൾ തുളൈந்தும் ആമേൻ ജയത്തെ പെற்றுകൊள்ள முடியவில்லை, ஆனால் ஆமேன் நீர் தூங்கினாலும் ஆமேன் ஜெயத்தை பெற்றுக் கொண்டிருக்கிறது. നീ തൂങ്ങി
തൂങ്ങി ജയിക്കുകയാണ് എന്ന് വെച്ചാൽ ഉറങ്ങി ജയിക്കുകയാണ്. ആമേൻ. തൂങ്ങിയും ആമേൻ ജയിത്തിരിக்கிறீர்கள். ആമേൻ. യേശു കർത്താവ് അവിടെ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. യേശു ആമേൻ அங்கே சொல்லுகிற ஒரு வார்த்தை, learn to be silent when the devil is violent. ஆமேன். நாம எப்ப ஆமேன் சைலண்ட் ஆகிறோமோ, പിശാച് എപ്പോ ആമേൻ ഭയങ്കരമായിരിക്കോ അപ്പോഴും നമ്മൾ സൈലന്റ് ആയിക്കോണം. ஆமேன். பிசாசு சத்துருவானவன் எப்போது சைலண்டா இருக்கிறான், ஆமேன் வைலண்டா இருக்கிறானோ, ஆமேன் எதிர்த்து நிற்கிறானோ, அந்த வேளையில நாம சைலண்டாய் மாறணும். learn to be silent when the devil is violent. ஆமேன். நாம ஆமேன் சைலண்ட் ஆகும்போது ஆமேன் பிசாசானவன் ஆமேன் வைலண்ட் ஆகுறான். തിരിച്ചാണ് പിശാച് ഇങ്ങനെ പിശാച് വയലന്റ് ആകുമ്പോൾ നമ്മൾ കൂടെ വയലന്റ് ആകണ്ട. അവൻ വയലന്റ് ആയാൽ നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. കാര്യം നമ്മുടെ നിശബ്ദതയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ദൈവപിള്ളേ, ആമേൻ. സത്തുരുവാനവൻ വയലന്റ് ആകുന്ന നേരത്തിലെ നാം அமைதலானால் போதும், நம்முடைய அமைதலிலே ஆமேன் ஒரு தேவனுடைய பிரவൃത്തി வெளிப்படும். യേശു അമേദിയായിട്ടിരിക്കുക. ആമേൻ. യേശു அமைதியாயிருக்கிறார். പടകിനകത്തിരുന്നിട്ട് ഈ ഒരു തിയോളജി മനസ്സിലാക്കിയ പത്രോസ് എന്ത് ചെയ്തെന്നറിയോ? ആമേൻ. പടകിற்குள்ളിരുந்த ആമേൻ இந்த இடையிலை கற்றுக்கொண்ட ஆமேன் பேதுரு என்ன செய்கிறான் தெரியுமா? നിങ്ങൾ അപ്പോസ്തലർ പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം പഠിച്ച അപ്പോസ്തലർ നടപടികളുടെ പുസ്തകം 12-ാவது அதிகாரத்தை வாசிக்கும்போது യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ ഹേരോദാവ് വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. யோவானின் சகோதரனாகிய யாக்கோபை ஆமேன் ஏரோது என்று சொல்லக்கூடிய மனிதன் வாளினால் பட்டயத்தால் கொலை செய்து യഹൂദന്മാരെ കൊല്ലുന്ന യഹൂദന്മാർക്ക് ഇത് പ്രസാദകരമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസിനെ പിടിച്ച കാരാഗൃഹത്തിൽ അടച്ചു. யூதர்களுக்கு இது பிரியமாயிருக்கிறது என்று சொல்லி ஏரோது அறிந்து கொண்ட போது பேதுருவையும் ஆமேன் பிடித்து சிறையிலே அடைத்து போட்டார். ബൈബിൾ പറഞ്ഞിരിക്കുന്നു, வேதம் சொல்லுகிறது, നാലാമത്തെ കാരാഗൃഹത്തിനകത്തടക്കുകയാണ്. ஆமேன். நான்காவது ஆமேன் அறைக்குள்ளே ஆமேன் இந்த பேதுரு அடைக்கப்பட்டிருக்கிறார். ഇന്നർ സെല്ലിനകത്തടക്കുകയാണ്. ആമേൻ. ഉള്ളാടിയുള്ള അറയിലെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഓരോ സെല്ലും റോമ പാരമ്പര്യം അനുസരിച്ച് ഓരോ സെല്ലിനകത്തും 4 പടയാളികളുണ്ട്. ആമേൻ. ரோமர்களுடைய ஆமேன் சின்ன அடையாளத்தின்படி ஒவ்வொரு செல்லிலேயும் 4 போர் சேவகர்கள் இருப்பார்கள். നാലാമത്തെ ഇന്നർ സെൽ എന്ന് പറയുമ്പോൾ 4 × 4 16. ആമേൻ. 16 പേർ ആമേൻ പോർ സേവകர்கள் അங்கே இருப்பார்கள். ബൈബിൾ പറഞ്ഞിരിക്കുന്നു 2 സേവകരുടെ ഇടയിൽ ഈ മനുഷ്യൻ ഉറങ്ങുക. ആമേൻ. 2 പോർ സേവകர்களுக்கு நடுவிலே இந்த மனிதன் ஆமேன் படுத்து தூங்கிக் கொண்டிருக்கிறார். 4 × 4 16 + 2 18 പടയാളികളുണ്ട്. 18 படையாளிகளுக்கு முன்பாய் இந்த பேதுரு தூங்கிக் கொண்டிருக்கிறார். എങ്ങനെ ഇവന് ഉറങ്ങാൻ പറ്റും? ஆமேன். எப்படி இவனுக்கு தூக்கம் வந்தது? നാളെ നീ മരിക്കാനുള്ളവനാ. നാളെയ ദിനത്തിലെ നീ മരിച്ചു പോക വേണ്ടി. ഇവൻ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് 18 പേര് ഉറങ്ങാതിരിക്കുമ്പോൾ, ഇവൻ തപ്പിത്തു പോക കൂടാതെ എന്ന് ചൊല്ലി 18 പേർ ഇവനുക്ക് കാവൽ കാത്തുകൊണ്ടിരിക്കും. ഇവരുടെ നടുവിൽ നിനക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇവർക്ക് നടുവിലെ നീ എപ്പടി തൂങ്ങ முடியும் என்று கேட்போமானால் പത്രോസ് പറയും, ഞാൻ പടകിൽ വെച്ച് പഠിച്ചതാ. ആമേൻ. പേതുരു சொல்லுவான், நான் படகிலே வைத்ததை கற்றுக்கொண்டிருக்கிறேன். ഞാൻ പടകിൽ വെച്ച് പഠിച്ചതാ. പടകിലെ வைத்ததை கற்றுக்கொண்டிருக்கிறேன். പിശാച് ഭയങ്കരമായിരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. കാരണം എന്റെ ശാന്തതയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആമേൻ. சாத்தான் വയലന്റാകുന്ന നേരത്തിലെ ഞാൻ മൗനമായിരിപ്പേൻ. കാരണം പടകിലെ வைத்து கர்த்தர் எனக்கு கற்றுக் கொடுத்திருக்கிறார். അടുത്തിരിക്കുന്നവരോട് നോക്കി പറ, ഭയപ്പെടേണ്ട. ஆமேன். பக்கத்தில் இருக்கிறவர்களை பார்த்து சொல்லுங்கள், பயப்படாதே. ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ പറ്റൂ. ഒന്ന് சிரித்துக்கொண்டு சொல்லுங்கள், பயப்படாதே. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഒന്നിനെയും കുറിച്ച് ഭയപ്പെടേണ്ട. ഒന്നിനെയും കുറിച്ച് ഭയപ്പെടാതെ. ഒന്നിനെയും കുറിച്ച് ഭയപ്പെടേണ്ട. ഒന്നിനെയും കുറിച്ച് ഭയപ്പെടാതെ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ അழைத்த தேவன் ഉണ്മയുള്ളവൻ. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തോത്രം ചെയ്ത് തട്ടി ആണ്ടവരെ കൊണ്ട് മഹിമപ്പെടുത്തുவோம். ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടേണ്ട. ഒന്നിനെ കുറിച്ചും കവലപ്പെടக்கூடாது. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അழைத்த தேவൻ ഉണ്മയുള്ളവൻ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിന്റെ വചനങ്ങൾ മാറത്തില്ല. വാനം മാറിനാലും ഭൂമി മാറിപ്പോനാലും ദേവനുடைய വാർത്തയാണത് മാറിപ്പോവതില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തിപരമായി ഇടപെടട്ടെ. இந்த இரவு நேரத்திலேயும் பரிசுத்த ஆவியானவர் நம்மோடு இடைபடுவாராக. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രാരംഭ ദിവസത്തിൽ നമ്മൾ കേട്ട ദൈവ സന്ദേശം ഇതാണ്. முதல் நாளிலே നാം ദേവ സമുഖത്തിലെ കേട്ട ദേവനുடைய വാർത്ത. നിനക്ക് വിരോധമായി ഉയരുന്ന ആമേൻ പ്രതികൂലങ്ങളെ കർത്താവ് ഇല്ലാതാക്കി കളയും. ആമേൻ. ഉനക്കെതിരായി എളുമ്പി വരുகிறதான ആമേൻ സൂழ்நிலைகளை கர்த்தர் இல்லாமலாற்ற வல்லவர். ഇന്നലെ രാത്രി നമ്മൾ കേട്ടത് നിനക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ആമേൻ. கடந்த இரவு நேரத்திலே കേട്ടോ നാം തിരുപ്പി പിടിத்துக் കൊള്ളുவோം. ശത്രു നഷ്ടപ്പെടുത്തിയത് മുഴുവനും നിനക്ക് തിരിച്ചു പിടിക്കുവാൻ നിന്റെ മേൽ ബലത്തെ ദൈവം പകരും. ആമേൻ. ശത്രു കൊള്ളை കൊണ്ടുപോன എല്ലാവற்றையும் திருப்பி பிடிப்பதற்கு பலனை கர்த்தர் நமக்கு கொடுக்கிறார் என்று பார்த்தோம். ദൈവം നിനക്ക് ബലത്തെ പകരും. தேவன் உனக்கு பலத்தை கொடுப்பார். നമ്മൾ
നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ആമേൻ, എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, എന്നെ ബലപ്പെടുത്തുகிற ഒരു ദേവനുണ്ട്. ഞാൻ ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുമ്പോൾ എന്നെ അവൻ ശക്തീകരിക്കും. ഞാൻ ദേവനെ എതിർபார்த்திருக்கும்போது அவர் என்னை பலப்படுத்துவார். എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വിഷയങ്ങളെക്കാൾ പവർഫുൾ ആണ്. ആമേൻ, ഞാൻ എനിക്കുള്ള இருக்கிற விஷயத்தை பார்க்கலும் பெரியவனாய் இருக்கிறேன். കണ്ണുകൾ തുറക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട வேண்டும் എന്ന് ദേവൻ വിരുമ്പുന്നു. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടരുതെന്നാണ് പിശാചിന്റെ ആഗ്രഹം. നമ്മുടെ കണ്ണുകൾ തുറക്ക കൂടാതെ എന്ന് ചൊല്ലി ശത്രു വിരുമ്പുന്നു. നമ്മൾ ഇന്നലെ മനസ്സിലാക്കി ദാവീദ് തന്റെ ദൈവമായ യഹോവയെ ശക്തിപ്പെട്ടപ്പോൾ താൻ തിരിച്ചു പിടിച്ചു. ആമേൻ, നാം നേற்றைய தினத்திலே பார்த்தோம், தன்னுடைய தேவனாகிய தேவனுக்கு முன்பதாய் பலனடைந்த போது தாவீது எல்லாவற்றையும் திருப்பி பிடித்தான் என்று சொல்லி. ശക്തിപ്പെടുന്നവന് തിരിച്ചു പിടിക്കാൻ പറ്റും. தேவனிலே பலப்படுகிறவர்கள் திருப்பி பிடித்துக் கொள்ள முடியும். പ്രതികൂലത്തെ നോക്കുന്നവനല്ല, பிரச்சனையை பார்க்கிறவனல்ல, കാറ്റിനെ നോക്കുന്നവനല്ല, காற்றை பார்ப்பவனல்ல, നമ്മൾ നേരത്തെ കേട്ടതുപോലെ മഴ പെയ്യുമോ എന്ന് ചിന്തിക്കുന്നവനല്ല, மழை பெய்யுமோ என்று சிந்திக்கிறவர்கள் அல்ல. കർത്താവിൽ ഫോക്കസ് ചെയ്യുന്നവൻ അവൻ ശക്തിപ്പെടുവാനിടയാകും. தேவனை நோக்கி பார்க்கிறவன் பலனடையார். യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. கர்த்தருக்கு காத்திருக்கிறவர்கள் புது பலன் அடைந்து கழுகுகளைப் போல உயரங்களில் எழும்புவார்கள். കാത്തിരിക്കുന്നവൻ ഒരു ബലമുണ്ട്. காத்திருக்கிறவர்களுக்கு ஒரு பலன் உண்டு. ഈ രാത്രിയിലും കാത്തിരിക്കുന്ന നമ്മുടെ മേൽ ദൈവിക ബലത്തെ സ്വർഗം പകരട്ടെ. இரவிலே காத்திருக்கிற தேவ பிள்ளைகள் மேல் தேவனுடைய பலன் ஆண்டவர் பகரட்டும். കാത്തിരുന്ന് ശക്തി പ്രാപിക്കുന്നവൻ അസാധാരണമായ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. காத்திருந்து பலனை பெற்றுக் கொள்ளுகிறவர்கள் அசாதாரணமான வல்லமையை பெற்றுக் கொள்ள ഈ முடியும். രാത്രി നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ വിഷയങ്ങളെക്കാൾ നമ്മൾ പവർഫുൾ ആണ്. இந்த இரவுல நாம புரிந்து கொள்ள வேண்டும், நம்முடைய விஷய பிரச்சனைகளை பார்க்கலும் நாம பெரியவர்களாய் இருக்கிறோம். യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ யோவான் 9-வது அதிகாரம் 1-வது வசனத்தை வாசிக்கும்போது യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ ഒരു കുരുടനെ കണ്ടു എന്ന് വചനം പറയുകയാണ്. യേശു പ്രയാണപ്പെട്ടു പോകുമ്പോൾ പിറവിയിലെ ഒരു കുരുടനെ കണ്ടാർ എന്ന് കാണപ്പെടുகிறது. യേശു കടന്നു പോകുമ്പോൾ, യേശു കടന്നു പോകുമ്പോൾ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ ഒരു കുരുടനെ കണ്ടു. ആമേൻ, യേശു കടന്നു പോകുന്ന നേരത്തിലെ പിറവി കുരുടനെ കണ്ടാർ. തമിഴിൽ പറഞ്ഞിരിക്കുന്നു അപ്പുറം പോകിൽ, അല്ലേ? അതെ, ആ വേർഡ് അപ്പുറം പോകിൽ. അവർ അപ്പുറം പോകുകയിൽ യേശു അവൻ കടന്നു പോകുമ്പോൾ, when he was passing by എന്നാണ് വേർഡ്. അവർ അപ്പുറം കടന്നു പോകുകയിൽ. ഈ ഒരു ഭാഗത്തിലാണ് ഭയങ്കര വ്യത്യസ്തമായ ഒരു കാര്യം കാണുവാൻ കഴിയുന്നത്. ആമേൻ, இந்த പകുതിയിലെ ഒരു വ്യത്യസ്തമായ സൂழ்நிலையை കണ്ടുകൊള്ളാം. എല്ലാ സ്ഥലങ്ങളും യേശു നൈൻ എന്ന പട്ടണത്തിലേക്ക് പോയി, ബെഥസ്ദയിലേക്ക് പോയി, എരിഹോവിലേക്ക് വന്നു, എരിഹോവിലേക്ക് പോകുന്നു എന്നെല്ലാം, എങ്ങോട്ട് പോകുന്നു, ഇവിടുന്ന് വരുന്നു എന്ന് വ്യക്തമായി പറയും. ഇവിടെ മാത്രം പറഞ്ഞിരിക്കുന്നു അപ്പുറം പോകുകയിൽ. യേശു பெதஸ்தாயிலே கடந்து போனார். ஆமென், பெத்தேலிலே கடந்து போனார் என்றெல்லாம் சொல்லுகிற சூழ்நிலையை பார்க்கும்போது இந்த இடத்திலே மாத்திரம் அவர் அப்புறம் கடந்து போனார் என்று சொல்லப்பட்டிருக்கிறது. അവിടെ മാത്രം ഒരു കംപ്ലീറ്റ് ആയ ഒരു സെന്റൻസ് കാണാൻ പറ്റുന്നില്ല. ആമേൻ, ഇങ്ങ മാത്രം ഒരു ആമേൻ പൂരണപ്പെടുത്തപ്പെട്ട ഒരു വാർത്തയെ കണ്ടുകൊള്ള முடியவில்லை. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. ആകയാൽ ഞാൻ ദേവനിടത്തിലെ കേൾക്ക ആരംഭിച്ചു. So it talks about not the place where he is going. താൻ എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്നല്ല പറയുന്നത്, താൻ അനുഭവിച്ച ഏതൊരു വിഷയത്തെ പറ്റി അവിടെ പറയുകയാണ്. അവൻ എங்கே പോകുகிறார் എங்கே வருகிறார் എന്നല്ല, താൻ അനുഭവിച്ച ഒരു കാര്യത്തെ அந்த இடத்திலே தெளிவுபடுத்துகிறார். അവൻ അപ്പുറം പോകുകയിൽ, അവർ അപ്പുറം പോകുകയിൽ, he saw a blind man. അവൻ അവർ അപ്പുറം പോകുകയിലെ പിറവി കുരുടനാകിയ ഒരു മനുഷ്യനെ കണ്ടാർ എന്ന് ചൊല്ലപ്പെട്ടിരിക്കുന്നു. അവൻ ഏതിൽ കൂടെ കടന്നുപോയി എന്ന് നമ്മൾ നോക്കണമെങ്കിൽ, അവർ എங்கே கடந்து போனார் என்று சொல்லி നാം ഗവനിപ്പുമാനാൽ തൊട്ട് മുമ്പുള്ള അധ്യായം നോക്കണം. அதற்கு മുന്നാടിയുള്ള അധികാരത്തെ വാസിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, യോവാൻ എഴുതിയ സുവിശേഷ പുസ്തകം 8-வது அதிகாரம் 40-ാമത്തെ വാക്യം മുതൽ വചനം പറയുന്നു. അതിനുடைய 40-வது വചനം മുതൽ വചനം ചൊല്ലുகிறது. 40-ാമത്തെ വാക്യത്തിൽ 40-வது வசனத்தை வாசிப்போம். தேவனிடத்தில் கேட்டிருக்கிற சத்தியத்தை உங்களுக்கு சொன்ன மனுஷராகிய என்னை கொல்ல தேடுகிறீர்கள். ഒന്നാമത്തെ അവസ്ഥ തന്നെ കൊല്ലുവാൻ നോക്കുന്നവന്റെ ഇടയിൽ കൂടെ കടന്നുപോയി. ആമേൻ, முதலாவது ஆமென், இயேசு கடந்து சென்ற சூழ்நிலை தன்னை கொலை செய்வதற்கு தேடின மனிதர்களுக்கு முன்பாய் கடந்து போகிறார். ഞാൻ ഈ പറയുന്ന വിഷയത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഇതിനകത്തിരിക്കുന്നത്. ആമേൻ, நான் சொல்லுகிற இந்த காரியங்களிலே
ஏதாவது ஒரு சூழ்நிலையிலே கடந்து போகிறவர்கள் தான் இந்த இடத்திலே அமர்ந்திருக்கிற തന്നെ കൊല്ലുവാൻ പദ്ധതിയിട്ടവന്റെ ഇടയിൽ കൂടെ കടന്നുപോയി. தன்னை கொலை செய்யும்படி திட்டம் பண்ணினவர்களுக்கு இடையிலே கடந்து போகிறார். എന്ന് പറഞ്ഞ പ്ലാനിംഗ് സ്ട്രാറ്റജീസ് അഗൈൻസ്റ്റ് യുവർ ലൈഫ്. ആമേൻ. ഉன்னுடைய வாழ்க்கைக்கு எதிராய் ஆமென் பிளான் பண்ணுகிற ஒரு அனுபவத்தை கண்டுகொள்ள ഇന്ന് முடியும். രാത്രി ചില രഹസ്യ അജണ്ടകളെ പരിശുദ്ധാത്മാവ് പൊളിച്ചു കളയാൻ പോകും. ஆமென். இந்த ராத்திரி வேளையிலே ரகசியமாய் மனிதன் செய்கிற சில காரியங்களை கர்த்தர் உடைக்க போகிறார். വിരോധമായി മറഞ്ഞിരുന്ന് പദ്ധതിയിടുന്ന പദ്ധതികളെ പരിശുദ്ധാത്മാവ് പൊളിച്ചു കളഞ്ഞ് അസാധാരണമായ ജയത്തെ നിന്റെ മേൽ ദൈവം പകരാൻ പോവുകയാണ്. உனக்கு எதிராய் மறைவிடத்தில் இருந்து ஆமென் ஆலோசனை பண்ணுகிற ஆலோசனைகளை கர்த்தர் உடைத்து இந்த ராத்திரியிலே உனக்கு கிரியை செய்ய போகிறார். അതിനകത്ത് നീ എങ്ങനെ ജയിക്കുമെന്നറിയോ? அதற்குள்ள நீ எப்படி வெற்றி பெறுவாய் தெரியுமா? അതിന്റെ മേൽ നടന്ന് ജയിക്കാൻ പോവുകയാണ്. அதற்கு மேல் நடந்து ஜெயத்தை பெற்றுக்கொள்ள போகிறாய். അതിനെ കുറിച്ച് നിലവിളിച്ചല്ല ജയിക്കുന്നത്. அதை குறித்து அலறி அல்ல நீ ஆமென் வெற்றியை கண்டுകൊള്ളുക. അതിനെ കുറിച്ച് നീ ഭാരപ്പെടുകയല്ല. அதை குறித்து நீ கவலைப்படுவதில்லை. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് പറഞ്ഞ് നീ മുന്നേറാൻ പോവുകയാണ്. என்னுடைய தேவனால் மதிலை ஆமென் தாண்டுவேன் என்று சொல்லி நீ முன்னேற போகிறாய். എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടം നേരെ പാഞ്ഞു ചെല്ലുമെന്ന് പറഞ്ഞ് മുന്നേറാൻ പോവുകയാണ്. தேவனால் நான் படை கூட்டத்துக்குள்ளே பாய்ந்து செல்வேன் என்று சொல்லி முன்னேற போகிறோம். കൊല്ലുവാൻ പദ്ധതിയിട്ടവന്റെ ഇടയിൽ കൂടെ യേശു കടന്നുപോയി. கொலை செய்வதற்கு திட்டம் தீட்டினவர்களுக்கு நடுவில் இயேசு கடந்து செல்கிறார். അടുത്ത 41ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നു. 41வது வசனம் சொல்லுகிறது, we have only one father, you are the son of an adulterous woman. ஆமென். நீங்கள் உங்கள் பிதாவின் கிரியைகளை 41 ശ്രദ്ധിക്കണേ, ഞങ്ങൾ വേശിത്തനത്താൽ പിറന്നവരല്ല. நாங்கள் வேசித்தனத்தால் பிறந்தவர்கள் എന്ന് പറഞ്ഞാൽ യേശുവിനെ നോക്കി പറയുവാ, இயேசுவை பார்த்து சொல்லுகிறார், you are a son of an adulterous woman. നീ വേശിയുടെ മകനെന്നാ. ஆமென். இயேசுவை பார்த்து சொல்லுகிறார்கள், நீ வேசியினுடைய மகன் என்று சொல்லி. ஒன்று ஆமென் சிந்தித்து பாருங்க. അവൻ അപ്പുറം പോകയിൽ, அவர் அப்புறம் போகையில், അവൻ കടന്നു പോകുമ്പോ, அவர் அப்புறம் போகையில் എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിഷയം കൊല്ലുവാൻ പദ്ധതി ഇട്ടവന്റെ ഇടയിൽ കൂടെ കടന്നുപോയി. രണ്ടാമത്തെ വിഷയം നീ വ്യഭിചാര പുത്രൻ എന്ന് വിളിച്ചവന്റെ ഇടയിൽ കൂടെ കടന്നുപോയി. ஒன்றாவது இயேசு கடந்து போனது ஆமென் கொலை செய்வதற்கு திட்டம் தீட்டினவர்களுக்கு முன்பாய் கடந்து செல்கிறார். இரண்டாவதாய் அவர் கடந்து செல்கிறது ஆமென் வேசியினுடைய குமாரன் அல்லது விபச்சார புத்திரன் என்று சொல்லுகிற ஜனத்துக்கு முன்பாய் கடந்து போகிறார். 48ാമത്തെ വാക്യം, 48வது வசனம். പിശാച് പിടിച്ചവനെന്ന് ആമേൻ. ഇങ്ങ് ചൊല്ലപ്പെട്ടിരിക്കുന്നത് പിശാച് പിടിത്തവൻ എന്ന്. അതിന്റെ അർത്ഥം പിശാച് പിടിച്ചവൻ എന്ന് പറഞ്ഞവന്റെ ഇടയിൽ കൂടെ യേശു കടന്നുപോയി. ആമേൻ. പിശാച് പിടിത്തവர்கள் പിടിത്തവൻ എന്ന് சொன்னவர்களுக்கு நடுவில் இயேசு கடந்து செல்கிறார். നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നാം ഒന്ന് ചിന്തിച്ചു பாருங்க. ഈ മൂന്ന് വിഷയത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മെ നോക്കി പറഞ്ഞാൽ ഈ നാട് നമ്മൾ വിടും. ஆமென். இந்த மூன்று காரியங்களிலே ஏதாவது ஒன்றை நம்மிடத்திலே சொல்லுவார்களானால் இந்த தேசத்தை விட்டு நாம கடந்து போயிருப்போம். കൊല്ലാൻ പദ്ധതി ഇട്ടാൽ, ஆமென் கொலை செய்வதற்கு திட்டம் தீட்டினால், വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചാൽ, நீ ஆமென் விபச்சாரம் செய்கிறவனுடைய பிள்ளை என்று சொன்னால், നിനക്ക് ഭൂതം ഉണ്ടെന്ന് പറഞ്ഞാൽ, உனக்குள்ளே ஆமென் பிசாசு இருக்கிறது என்று சொன்னால், ഇവിടെ എന്തിനാ മിനിസ്റ്റർ ചെയ്യുന്നേ? ஆமென் இங்க எதற்காய் ஊழியம் செய்கிறேன்? എന്തിനാ അന്ധന്റെ കണ്ണിന് ഞാൻ കഷ്ടപ്പെട്ട് തുറക്കുന്നേ? ஆமென் எதற்காய் ஆமென் குருடனுடைய கண்ணை ஆமென் நான் வேதனையோட ஆமென் கஷ்டத்தோட திறக்கிறேன். ഈ മാർത്താണ്ഡത്ത് നിൽക്കുന്നതിനേക്കാൾ இந்த மார்த்தாண்டத்திலே நிற்பதை பார்க்கலும் മലേഷ്യയിൽ പോകാം. ஆமென் மலேசியாவிலே கடந்து போகலாம். സ്തോത്രം. ശ്രദ്ധിച്ച് കേക്ക്, நல்லா கவனியுங்க. മാർത്താണ്ഡത്ത് തോറ്റവനെ മലേഷ്യയിൽ ജയിപ്പിക്കാമെന്ന് പറയുന്ന കഴിവുകെട്ട ദൈവമല്ല നമ്മുടെ ദൈവം. மார்த்தாண்டத்திலே ஆமென் தோல்வி கண்டவனை மலேசியாவிலே ஜெயிக்க வைப்பேன் என்று சொல்லுகிற ஆமென் കഴിവില്ലാத ദൈവം അല്ല நீங்களும் நானும் ஆராதிக்கிற தெய்வம். മാർത്താണ്ഡത്ത് തലകുനിഞ്ഞാൽ ഇവിടെ തന്നെ കാട്ടുപോത്തിന്റെ കൊമ്പിനെ ഉയർത്തും പോലെ നിന്നെ ഉയർത്താൻ ശക്തനായ ഒരു ദൈവമുണ്ട്. மார்த்தாண்டத்திலே தலை குனித்திருக்கிறோம் என்று சொன்னால் தலை குனித்த ஸ்தானத்திலே மிருகத்தின் கொம்பை போல உயர்த்துகிற சர்வ வல்லமையுள்ள தேவன் அவன் நமக்கு முன்பாய் வந்திருக்கிறார். ഏത് സ്ഥാനത്ത് നീ വഴുതി പോകുമെന്ന് പറയോ അതേ സ്ഥലത്ത് നിന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവം നിന്റെ കരത്തെ പിടിച്ചിട്ടുണ്ട്. எந்த ஸ்தானத்திலே நீ வீழ்ந்து போவாய் என்று சொன்னாயோ அந்த ஸ்தானத்திலே உன்னுடைய கரத்தை
வார்த்தை பிடித்து தூக்கி எடுக்கிற ஒரு தேவன் உனக்கு முன்பாய் வந்திருக்கிறார். കരം തട്ടി യേശുവിനെ സ്തോത്രം ചെയ്യ്. கரங்களை தட்டி இயேசுவை ஆராதிப்போம். ഞാനൊരു കഥയല്ല പറയുന്നത്, ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. கதையை சொல்லவில்லை, தேவனுடைய வார்த்தையை നിന്റെ ലൈഫിനെ പിരിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനമാണ്. ஆமென். வாழ்க்கையை திருப்புகிற தேவனுடைய வார்த்தையை ആകാശം മാറാം, ഭൂമി മാറാം, ദൈവത്തിന്റെ വചനം മാറത്തില്ല. வானமும் பூமியும் மாறலாம், தேவனுடைய வார்த்தை மாறுவதில்லை. 49ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നു. 49வது வசனம் சொல்லுகிறது. പറഞ്ഞ വാസേ. ആ ആ ആ എന്ന് പറഞ്ഞാൽ എന്നെ ഡിസോണർ ചെയ്തു, അപമാനിക്കുന്നവന്റെ ഇടയിൽ കൂടെ യേശു കടന്നുപോയി. ആമേൻ. ഗനവീനപ്പെടുത്തുகிறவர்களுக்கு നടുവിലെ യേശു കടന്നു പോകുகிறார். നാലാമത്തെ സിറ്റുവേഷൻ, ആമേൻ, കർത്താവിനെ, ആമേൻ, ഹല്ലേലൂയ, കർത്താവിനെ കുറച്ചു പറയുന്നവൻ, ഡിസോണർ ചെയ്യുന്നവൻ, അപമാനിച്ചവന്റെ ഇടയിൽ കൂടെ കടന്നുപോയി. ആമേൻ. നാലാമത് യേശു ക്രിസ്തുவை ഗനവീനപ്പെടുത്തുന്നവர்களுக்கு നടുവിലെ കടന്നു പോകുகிறார். ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ചിന്തിച്ചു പാരുங்க. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ജനങ്ങൾ നിന്ന് അപമാനിച്ചാൽ എങ്ങനെ ഇരിക്കും? ആമേൻ. നാം നടന്നു വരുகிற വഴിയിலே നമ്മை ഗനവീനപ്പെടുത്തിனால், അവമാനപ്പെടുത്തിനാൽ எப்படி இருக்கும்? യേശു ഒരു കുരുടന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി പദ്ധതിയിട്ട് നടക്കുമ്പോൾ അവനെ അപമാനിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാണുകയാണ്. இயேசு ஒரு பிறவியிலே குருடனாய் இருக்கிற மனிதனுடைய கண்களை பார்வையடைய பண்ணும்படி கடந்து போகும்போது அங்கே வசிக்கிற ஜனங்கள் அவனை அவமானப்படுத்துகிறார்கள், கனவீனப்படுத்துகிறார்கள். ഇത്രയും ചെയ്തിട്ടും പിശാചിന് ദേഷ്യം തീരുന്നില്ല. இவ்வளவு செய்தும் சத்துருவுக்கு அவன் கோபம் தீரல. 57ാമത്തെ വാക്യം 57வது வசனத்தை வந்து வாசிப்போம். എന്റെ കർത്താവ്, ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചതെന്നാ? അവൻ എന്ത് വേദാഗമ കല്ലൂരിലെ പഠിത്തായി? അതാണ് എന്റെ അർത്ഥം. ഇതാണ് അതിന്റെ അർത്ഥം. 50 വയസ്സായോടോ നിനക്ക്? 50 വയസ്സായിട്ട് അവനക്ക്. നിനക്ക് ആരാടാ ഉത്തരവാദിത്വം തന്ന ചർച്ച നടത്താൻ? അവൻ നീ இந்த திருச்சபையை நடத்துவதற்கு உனக்கு அதிகாரம் கொடுத்தது யார்? നിനക്ക് സർട്ടിഫിക്കറ്റ് ആരാ തന്നെ? உனக்கு അവൻ സർട്ടിഫിക്കറ്റ് സാന്നിധ്യം കൊടുത്തത് யார்? നിനക്ക് അതിനുള്ള കഴിവുണ്ടോ? ഉനക്ക് ഇതർക്കുള്ളതാണ് ബലം ഇരിക്കുന്നതാ. കഴിവ് പുറത്തുള്ളവനല്ല പറയുന്നത്, എന്റെ അകത്തുള്ളവനാ തെളിയിക്കുന്നത്. ആമേൻ. ആമേൻ. നമ്മുടെ ബലനെ ആമേൻ നാം செய்வதற்குള്ളതാണ് തകുതിയെ ആമേൻ ഉറുതിപ്പെടുത്തുகிறது ജനങ്ങളല്ല, നമുക്കുള്ളായി വാസം பண்ணுகிற தேவாவியானவர். എന്റെ തകുതി എന്റെ കഴിവല്ല, എന്റെ തകുതി ക്രിസ്തുവാണ്. ആമേൻ. என்னுடைய தகுதி என்னுடைய பலத்தினாலே அல்ல, என்னுடைய தகுதி கிறிஸ்துவாய் இருக்கிறது. ഹല്ലേലൂയ. My qualification is my Jesus. என்னுடைய தகுதி என் இயேசு ஒருவர் மட்டுமே. കരമുയർത്തി യേശുവിനെ സ്തോത്രം கரங்களை ഉയർത്തി ആண்டവரை തുതിப்போமே. 59ാമത്തെ വാക്യം. 59வது വചനം. അതുകൊണ്ടൊന്ന് വായിച്ചമ്മേ. മതി. ഹല്ലേലൂയ. 6 വിഷയങ്ങളാണ്, 6 കാര്യങ്ങൾ. ഒരു പരിപാടിയെ ചെയ്തോളൂ. ആമേൻ. ഒരേ ഒരു കാര്യത്തെ தான் യേശു ചെയ്താர். ജന്മന അന്ധനായിരുന്ന ഒരുവന്റെ കണ്ണ് തുറക്കാൻ പോയി. പിറവിയിലെ കുരുടനായിരുന്നവനെ പാർവയடைய ചെയ്താർ. വേറെ ഒന്നും ചെയ്തില്ല. വേറെ ഒന്നും ചെയ്യവിல்லை. കാഴ്ചയില്ലാത്ത ഒരുവനെ കാഴ്ച കൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്തപ്പോൾ അനുഭവിച്ച വെല്ലുവിളികളാ. ആമേൻ. പാർവ ഇല്ലാத ഒരുവனுக்கு பார்வை கொடுக்க கடந்து போன போது அவர் ஏற்றுக்கொண்டதான சில வார்த்தைகள் தான் ஆமேன் நாம கேட்டோம். ശ്രദ്ധിച്ചു കേൾക്ക്, நல்ல கவனமாய் கேளுங்க. നിനക്ക് വെല്ലുവിളി ഇല്ലെങ്കിൽ, ஆமேன், உனக்கு எதிராய் ஆமேன் மனிதன் பேசலனா, വെല്ലുവിളികൾ ഇല്ല എങ്കിൽ, ஆமேன், உனக்கு எதிராய் பேசுகிற வார்த்தைகள் இல்லை என்று சொன்னால், നിനക്ക് വിളി ഇല്ലെന്നാണ് അർത്ഥം. ஆமேன், உனக்கு அழைப்பு இல்லை என்று சொல்லி அர்த்தம். വിളിയുള്ളവന് വെല്ലുവിളിയുണ്ട്. ஆமேன். அழைப்புள்ளவனுக்கு ஆமேன் வெல்லுவிளி உண்டு. ആമേൻ. ஹல்லேலூயா. അழைപ്പിരുന്നാൽ വെല്ലുവിളി ഉണ്ട്. അழைப்பு ഉണ്ട് എന്ന് சொன்னால் உனக்கு எதிராய் വെല്ലുവിളിப்பார்கள். വെല്ലുവിളി ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഒരു വെല്ലുവിളിയാക്കും. ആമേൻ. വെല്ലുവിളി ഉണ്ട് എന്ന് சொன்னால் ആമേൻ ദേവൻ ഉന്നെ ഒരു വെല്ലുവിളിക്ക്. കരം തട്ടി കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. കരങ്ങളെ തട്ടി ആണ്ടവരെ തുതിക്കുമേ. വാഗ്ദത്തം ഉള്ളവനേ ഉള്ളു പ്രശ്നം, പ്രശ്നം ഉള്ളവനേ ഉള്ളു വാഗ്ദത്തം. പ്രശ്നം ഉണ്ടെങ്കിൽ അതിനകത്ത് സൊല്യൂഷനും ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. വാഗ്ദത്തം ഉള്ളവനുക്ക് താൻ പ്രശ്നയുണ്ട്, പ്രശ്നയുണ്ട് എന്ന് சொன்னால் അവനുക്ക് വാഗ്ദത്തം ഉണ്ട്. ആമേൻ. പ്രശ്ന വരുகிறதானால் அதிலே ஒரு விடுதலையும் ஆண்டவர் கொடுக்கிறார். അന്ധന്റെ കണ്ണു തുറക്കാൻ വേണ്ടി നടക്കുന്ന ഒരുവന്റെ ലൈഫിൽ വന്ന 6 വിഷയങ്ങളാണ്. കുരുടനുடைய ആമേൻ வாழ்க்கையிலே பார்வை கொடுப்பதற்கு வந்த ஒருவருடைய வாழ்க்கையிலே സംഭവിച്ച 6 കാര്യத்தை சொன்னோம். ഒന്ന്, കൊല്ലുവാൻ പദ്ധതിയിട്ടവനെ അവർ കണ്ടു. ആമേൻ. ഒന്ന് കൊலை செய்வதற்கு திட்டம் தீட்டினவரை அவர் கண்டார். അതിനെ ഓവർടേക്ക് ചെയ്തപ്പോ, அவற்றை മറികടന്ന് കടന്നു പോനപ്പോൾ, അടുത്ത് കേൾക്കുന്ന അപവാദം, നീ വ്യഭിചാരപുത്രനാണ്. അടുത്ത് കേൾக்கிறதான வார்த்தை வேசியினுடைய குமாரன் என்று சொல்லி ജയിച്ച് അടുത്ത സ്റ്റെപ്പ് വെച്ചപ്പോ,
ജപിത്ത് ജയം പെറ്റ് അടുത്ത പകുതിയിലേക്ക് കാലടി നിനക്ക് வைக்கும்போது ഭൂതമുണ്ടെന്നാ കേൾക്കുന്നത്. உனக்குள்ள சத்துருவானவன் வாசம் செய்கிறார் என்று ഭൂതമുണ്ടെന്നാ, ஆமென். பூதம் உண்டு என்று கேட்கிறோம். നിനക്ക് പിശാചുണ്ടെന്നാ, உனக்குள்ள சத்துருவினுடைய வல்லமை உண்டு என்று അതിനെയും கேட்கிறோம். ജയിച്ച് മുന്നേറുമ്പം പറയുക அதனையும் ஆமென் வெற்றி பெற்று முன்னாடி காலடி வைக்கும்போது അവനെ சொல்கிறார்கள். ഡിസോണർ ചെയ്യാൻ തുടങ്ങി. அவனை கனவீனப்படுத்த അവന്റെ ஆரம்பிக்கிறார்கள். പേരില്ലാതാക്കാൻ നോക്കി. அவனுடைய பெயரை ஆமென் அழிக்க ஆமென் திட்டம் பண்ணுகிறார்கள். അതിനെയും വിട്ടുകളഞ്ഞ് മുമ്പോട്ട് പോയപ്പോ அதையும் ஜெபித்து ஜெயம் எடுத்து முன்னாடி എടാ காலடி നിനക്ക് வைக்கும்போது പക്വതയുണ്ടോ എന്ന് ചോദിച്ചു. ஆமென் இதை செய்வதற்கு தகுதியுள்ளவனா என்று നിന്റെ கேட்கிறார்கள். മെച്ചൂരിറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. ஆமென் நீ தகுதியுள்ளவனா என்று கேட்கிற ஒரு கேள்வி. ഈ വചനം പറഞ്ഞിരിക്കുന്നു, வேதம் சொல்லுகிறது. അതിനെ ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ട് പോയപ്പോ அதையும் ஆமென் மறிகடந்து கடந்து போகும்போது കൊല്ലുവാൻ പ്ലാൻ ഇടുകയാണ്. அவன் கொலை செய்வதற்கு திட்டம் தீட்டுகிறார். കല്ലുകൾ എടുത്ത് അവന്റെ നേരെ എറിയാൻ പദ്ധതി ഇട്ടു. கல்லெடுத்து எறிந்து கொலை செய்வதற்கு திட்டம் ഈ தீட்டுகிறார். രാത്രി ഒരു സത്യം നീ കേട്ടോ. இந்த இரவுல ஒரு சத்தியத்தை கேளுங்கள். വിഷയങ്ങൾ മാറി 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 വന്നിട്ടും நம்முடைய வாழ்க்கையிலே യേശുവിന്റെ വിഷയത്തിൽ ஆமென் இயேசுவினுடைய ஆமென் காரியங்களிலே ஆமென் விஷயங்கள் மாறி மாறி கடந்து வந்து ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് വന്നപ്പോൾ ஒரு பிரச்சனையில் இருந்து அடுத்த பிரச்சனை அடுத்த பிரச்சனையில் இருந்து அடுத்த சூழ்நிலையிலே கடந்து சென்றார். അന്ധന്റെ കണ്ണിനെ തുറക്കാൻ യേശു പവർഫുൾ ആയിരുന്നു. ஆமென். குருடனுடைய கண்களுக்கு பார்வை கொடுக்க இயேசு வல்லமையுள்ளவர். അതുകൊണ്ട് ഇന്ന് രാത്രി നീ തിരിച്ചറിയുക, ஆகையால் இந்த ராத்திரி தேவஜனம் നീ புரிந்து கொள்ளுங்கள். അനുഭവിക്കുന്ന വിഷയത്തെക്കാൾ നീ പവർഫുൾ ആണ്. நீ அனுபவிக்கிற பிரச்சனையை பார்க்கலும் நீ അയ്യോ, வல்லமையுள்ளவர். ഇങ്ങനെ കൈയടിച്ചാൽ പറ്റില്ല. ஆமென். இப்படி கரம் தட்டினால் നീ போதாது. അനുഭവിക്കുന്ന വെല്ലുവിളിയേക്കാൾ നീ പവർഫുൾ ആണ്. நீ அனுபவிக்கிற வெல்லுவிளிகளை பார்க்கலும் நீ ஆமென் வல்லமையுள்ளவர். നീ അനുഭവിക്കുന്ന കണ്ണുനീരിനേക്കാൾ നീ പവർഫുൾ நீ ആണ്. அனுபவிக்கிற கண்ணீரை பார்க்கலும் நீ നീ வல்லமையுள்ளவர். ചോദിക്കുന്ന ചോദ്യങ്ങളെക്കാൾ നീ പവർഫുൾ ആണ്. நீ கேட்கிற கேள்விகளை பார்க்கலும் நீ നീ வல்லமையுள்ளவர். അനുഭവിക്കുന്ന ഒറ്റപ്പെടലേക്കാൾ നീ പവർഫുൾ நீ ആണ്. அனுபவிக்கிற தனிமையை பார்க்கலும் நீ നീ வல்லமையுள்ளவர். അനുഭവിക്കുന്ന വേദനയേക്കാൾ നീ പവർഫുൾ ആണ്. நீ அனுபவிக்கிற வேதனையை பார்க்கலும் நீ வல்லமையுள்ளவர். കരം തട്ടി യേശുവിന്റെ മഹത്വം. கரங்களை தட்டி இயேசுவை மகிமைப்படுத்துவோம். Come on, നന്നായി കരം തട്ടി. நன்றாய் கரங்களை தட்டி வந்து ஆராதிப்போம். നന്നായി കരം തട്ട്. கரங்களை தட்டி നീ പവർഫുൾ ആണ്. நீ வல்லமையுள்ளவர். സഹോദര സഹോദരി, നീ പവർഫുൾ ആണ്. சகோதர சகோதரியே நீ வல்லமையுள்ளவர். സ്തോത്രം ചെയ്ത് ஆமென். ஸ்தோத்திரம் ഈ രാത്രി ചിലതിന്റെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. இந்த இரவுல சிலர் மேல தேவ வல்லமை നീ അനുഭവിക്കുന്ന കണ്ണുനീരിനേക്കാൾ നീ പവർഫുൾ ആണ്. நீ அனுபவிக்கிற கண்ணீரை ഈ பார்க்க രാത്രി നീ പവർഫുൾ ആണ്. நீ வல்லமையுள்ளவர். ദൈവശക്തി ഇറങ്ങുന്നു. தேவ வல்லமை ദൈവശക്തി வெளிப்படுகிறது. ഇറങ്ങുന്നു. தேவ வல்லமை നിന്റെ வெளிப்படுகிறது. ഒറ്റപ്പെടലുകൾ മാറുകയാണ്. உன்னுடைய தனிமை மாறப்போகிறது. നിന്റെ കണ്ണുനീരുകൾ മാറുകയാണ്. உன்னுடைய அழுகை மாறுகிறது. അതുകൊണ്ട് കണ്ണുനീര് മാറിയിട്ട് നിൽക്കാമെന്ന് പറയല്ലേ. கண்ணீர் மாறினதற்கு பிற்பாடு என்று சொல்லாது എന്ന് പറയാതെ சொல்லாது. എന്റെ ദൈവത്താൽ ഞാൻ കയറുമെന്ന് പറ. தேவனால் நான் கடந்து செல்லுவேன். എന്റെ ദൈവത്താൽ അടുത്ത പടി വെക്കുമെന്ന് പറ. என் தேவனால் அடுத்த ஸ்டெப் வைப்பேன் என்று சொல்லு. കരം തട്ടി കർത്താവിനെ സ്തുതിക്ക്. கரங்களை தட்டி ஆண்டவரை துதிப்போம். Yes, hallelujah. ஹalleluya. ഈ രാത്രി ഒരു ആത്മബലം നിന്റെ മേൽ വെളിപ്പെടുകയാണ്. இந்த இரவு நேரத்திலே ஆவியினுடைய வல்லமை வெளிப்படுகிறது. നിന്റെ മേൽ ജീവൻ വ്യാപരിക്കുകയാണ്. உன்னுடைய மேல் ஜீவன் வெளிப்படுகிறது. മരിച്ചവന്റെ ആത്മാവല്ല, மரித்தவனுடைய ஆவி அல்ல. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ്. இயேசுவை மரித்தெழுந்து எழுப்பினவருடைய வல்லமை. Come on, പ്രാപിക്ക. ஆமென். ஆமென். பெற்றுக்கொள்ளுங்கள். ഉയർപ്പിന്റെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നു. ஜீவனுள்ள அபிஷேகம் வெளிப்படுகிறது. ഹല്ലേലൂയ. ശഗന ബരിബനാരികൾ. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ சொல்லுகிறது எத்தனை பேர் புரிந்து கொள்கிறீர்கள் என்று எனக்கு ആത്മാവിൽ தெரியல. നിന്ന് കണക്ട് ചെയ്താൽ നിന്റെ ലൈഫ് മാറുകയാണ്. ആവിയോട് ഒന്ന് தொடர்படுத்துவீர்களே ஆனால் உங்களுடைய வாழ்க்கை மாறும். എന്ന് തീരും എന്റെ കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരിക്കല്ലേ. என்னுடைய கஷ்டம் என்றைக்கு தீரும் என்று சொல்லி அமராது. ചിലതിനെ നീ ഇന്ന് രാത്രി അവസാനിപ്പിക്കണം. சிலதை இந்த ராத்திரியிலே நீ முடித்துக் கொள்ள നിന്നെ வேண்டும். വെല്ലുവിളിച്ച് താണ്ഡവ നൃത്തമാടുന്ന പൈശാചിക മണ്ഡലങ്ങളെ ചവിട്ടി നിൽക്കാൻ ഒരു അസാധാരണമായ അഭിഷേകം വ്യാപരിക്കട്ടെ. உனக்கு எதிராக எழும்பி வருகிற சாத்தானுடைய வல்லமைகளை சாதாரண வல்லமை வெளிப்படுவதாக. മിനിസ്ട്രിക്ക് എതിരെയുള്ള വെല്ലുവിളികൾ, ஊழியங்களுக்கு எதிராக எழும்புகிற പ്രാർത്ഥനാ ജീവിതത്തിന് എതിരെയുള്ള വെല്ലുവിളികൾ, ஜெபத்திற்கு எதிராக எழும்புகிற നിന്റെ കുടുംബത്തിന് എതിരെയുള്ള വെല്ലുവിളികൾ குடும்பத்துக்கு எதிராக வருகிற ആത്മനിറവിൽ ചവിട്ടി നിൽക്കാൻ ஆவியின் நிறைவிலே மிதித்துக்கொள். ശഗമാന ബാരി ബാരി അന്തുരിയേന്തലഗടഗടിയ
നിന്റെ തലമുറകളെ ഓർത്ത് നീ കരയുകയാണോ? തലമുറകളെ കുറിച്ച് നീ മക്കളെ ഓർത്ത് നീ നിലവിളിക്കുകയാണോ? പിള്ളകളെ കുറിച്ച് നീ ഈ രാത്രി നിലവിളി മാറ്റിയിട്ട് കയറി നിൽക്ക്. രാത്രിയിലെ ആമേൻ കൂപ്പിടുകിற കൂക്കുരலை വിട്ട് ദേവസമൂഹത്തിൽ എഴുമ്പി നിൽ. കണ്ണുനീര് മാറി ജയത്തിന്റെ മേഖലകൾ വെളിപ്പെട്ടു വരട്ടെ. അഴുകയാനത് മാറി വെറ്റി വെളിപ്പെട്ടു വരട്ടെ. നിനക്കായി വഴികൾ ദൈവം തുറക്കുകയാണ്. പാതകളെ കട്ട തിറക്കുന്നത്. ശത്രു അടച്ച വാതിലുകൾ നിനക്ക് വേണ്ടി ദൈവം തുറക്കുകയാണ്. സത്താൻ അടച്ച വാസലുകളെ இந்த இரவுல கட்ட திறக்கிறார். എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ ഇത് കണക്ട് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. ഒരു ശത്രുവിനെ ഇനി നിനക്കെതിരെ അടക്കാൻ പറ്റാത്ത രീതിയിൽ സ്വർഗം ചില വാതിലുകളെ തുറന്നിടുകയാണ്. ഒരു ശത്രുവിന്റെ வாழ்க்கையிலே അടയ്ക്കാതപടി പരലോകം ഉനക്കായി ചില വാസലുകളെ തിറக்கிறார். God is opening it. ദൈവം അത് തുറക്കുന്നു. ആമേൻ. ദേവൻ அதை திறக்கிறார். കരമുയർത്തി യേശുവിനെ സ്തോത്രം ചെയ്ത്. ആമേൻ. കരങ്ങളെ ഉയർത്തി ആண்டവരെ തുതിപ്പവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ ചലനം ഉണ്ടാകുമ്പോ, പരിശുദ്ധാവിയാനവരുടെ വല്ലമൈ വെളിപ്പെടുമ്പോൾ അതിനകത്ത് നമ്മൾ ടാപ്പ് ഓവർ ചെയ്ത് കേറുമ്പോഴാണ് വിടുതൽ വ്യാപരിക്കുന്നത്. ഓവർടേക്ക് பண்ணி ആരാധിத்து ബലനടൈந்து ആമേൻ മുன்னாடி கடந்து പോകുമ്പോൾதான் വിടുതலை வெளிப்படும். അതിനെ പിടിച്ചു കയറുമ്പോഴാണ് വിടുതൽ വ്യാപരിക്കുന്നത്. പിടിച്ച് നാം മുன்னாடி கடந்து പോകുമ്പോൾதான் വിടുതலை வெளிப்படும். നാളുകൾ കൊണ്ട് നീ കാത്തിരുന്നിട്ട് നടക്കാത്തത്, നീ ഉപവസിച്ചിട്ട് നടക്കാത്തത്, നിലവിളിച്ചിട്ട് നടക്കാത്തത്, ആത്മാവിന്റെ ചലനം വ്യാപരിക്കുമ്പോൾ അതിൽ നീ കണക്റ്റായ നിന്റെ മേലും തലമുറകളുടെ മേലും അത് ജയമായി വെളിപ്പെടുകയാണ്. നാൾകളായി കാത്തിരുന്ന് നീ പെற்றுകൊள்ள முடியாதது ആമേൻ നാൾകളായി ആമേൻ இருக்கிற സംഭവങ്ങളിൽ കർത്തർ ആമേൻ அதை ആമേൻ ഓവർടേക്ക് பண்ணி നീ ജപിത്ത് മുന്നേറുമ്പോൾ இந்த രാത്രി ആവിயின் അനുഭവത്തിലെ കർത്തറിനെ കൊണ്ട് ഈ രാത്രി നിങ്ങളുടെ മേൽ അത് വ്യാപരിക്കട്ടെ. இந்த இரவு உங்கள் மேல் அது வெளிப்படுவதாக. പ്രിയ ദേവദാസനേ, ആമേൻ. പ്രിയமான ദേവ ഊഴിയരേ, പ്രിയ അമ്മേ, ആമേൻ. അൻപു തായേ, നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ നീ പവർഫുൾ ആണ്. നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പാർക്കലും நீங்கள் വല്ലമയുള്ളവர்கள். കരമുയർത്തി യേശുവിനെ സ്തോത്രം ചെയ്ത് കരങ്ങളെ ഉയർത്തി ആമേൻ നന്ദി ചെലുത്തുവോമേ. അതാ വചനം, നിങ്ങൾ സത്യം അറിയുമ്പോൾ സത്യം ഉങ്ങളെ വിടുതലയാക്കും. സത്യത്തെ അറിവീர்கள் സത്യം ഉങ്ങളെ വിടുതലയാക്കും. ഹല്ലേലൂയ. തമിഴിൽ അപ്പടിയല്ലേ, അങ്ങനെ സത്യത്തെയും അല്ലേ, സത്യത്തെ അറിവീர்கள். സത്യത്തെയാണോ സത്യത്തെയും? സത്യത്തെ അറിവീர்கள். ഒന്ന് വായിക്കുക ഭാഗം 8. സത്യത്തെയും. പ്രീത, സത്യത്തെ അല്ല, സത്യത്തെയും. അന്ത വേർഡ് ദ ഇമ്പോർട്ടന്റ്. ചെറിയ ചെറിയ വാക്കിൽ പോലും തേജസ് ഉണ്ട്. ചിന്ന വാർത്തകളിലും ദൈവമഹിമയുണ്ട്. സത്യത്തെ അറിവീர்களല്ല, സത്യത്തെയും. ആമേൻ. സത്യത്തെയും അറിവീர்கள். വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്തോ അതിന്റെ അർത്ഥം? ആമേൻ. അതിന്റെ അർത്ഥം എന്നെ നിജത്തെ അറിയണം. ആമേൻ. ഉണ്മയെ പുരിந்து കൊള്ളണം. ഉണ്മയും അറിയണം. അറിയ വേണ്ടും. ഉണ്മയും സത്യവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഉണ്മയും സത്യവും തമ്മിൽ വ്യത്യാസം. എന്താ ഉണ്മ എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണ് കാണുന്ന ഉണ്മ. ആമേൻ. തമിഴല്ലേ? ആമേൻ. എന്റെ കണ്ണ് കാണുന്നത് യാഥാർത്ഥ്യമാണ്. ആമേൻ. என்னுடைய കண்களிനാൽ பார்க்கிறது உண்மை. ഞാൻ തൊടുന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ തൊടുகிறது ഉണ്മ. ഞാൻ അനുഭവിക്കുന്നത് യാഥാർത്ഥ്യം. ഞാൻ അനുഭവിക്കുന്നത് ഉണ്മ. പക്ഷേ ഈ ഉണ്മ സത്യമാകണമെന്നില്ല. ആമേൻ. இந்த உண்மை சத்தியமாய் மாற்றப்பட வேண்டும் என்றில்லை. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ആമേൻ. கொஞ்சம் கூட விரிவாய் சொல்லுகிறேன். ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ആദിയിലെ ദേവൻ വാനത്തെയും ഭൂമിയെയും സൃഷ്ടിത്താർ. ഭൂമി ശൂന്യവും പാഴുമായിരുന്നു. ഭൂമിയാണത് ഒളുങ്കിന്മയും വെറുമയുമായിരുന്നു. ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. ആഴങ്ങളിലെ ഇരുളിരുന്നത്. എന്തുണ്ടായിരുന്നു? ഇരുളിരുന്നത്. എല്ലാരും പറഞ്ഞേ സത്യമാറ്റ. ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് നിജം അല്ലെങ്കിൽ ഉണ്മ. ആമേൻ. ആഴങ്ങളിലെ ഇരുൾ ഇരുന്നത് என்பதுதான் ഉണ്മ. പക്ഷേ ஆனால் യേശു ഉണ്മയെ பார்த்து, ஆனால் இயேசு உண்மையை பார்த்து உண்மை சொல்லவே இல்லை. ஆமென். உண்மை என்று சொல்லவே இல்லை. உண்மையே சொல்லவே இல்லை. உண்மை சொல்லவே இல்லை. ശരിയല്ലേ? നിജത്തെ பார்த்து അയ്യോ അന്ധകാരം എന്ന് പറഞ്ഞെങ്കിൽ അയ്യോ അയനെ. ആമേൻ. അയ്യോ അന്ധകാരം എന്ന് ചൊല്ലിയിരുന്നാൽ അയ്യോ എന്ന് ചൊല്ലக்கூடிய സൂழ்நிலை വന്നിരിക്കും. ആമേൻ. കർത്താവ് അന്ധകാരത്തെ നോക്കിയിട്ട്, ആമേൻ, ആണ്ടവർ அந்த ഇരുളை பார்த்து, ഇരുളെന്ന് പറഞ്ഞാൽ ഇരുളെന്ന് പറയുന്നതിനേക്കാളും നിജത്തെ അല്ലെങ്കിൽ ഉണ്മയെ பார்த்து, அந்த உண்மையை பார்த்து സത്യത്തെ പേശി. ആമേൻ. സത്യത്തെ പേശിനാർ. See, that's it. God didn't say what he saw, he said what he wanted to see there. കർത്താവ് കണ്ടതിനെ പറഞ്ഞില്ല, കാണാൻ ആഗ്രഹിച്ചതിനെ പറഞ്ഞു. ആമേൻ. യേശു കണ്ടதை சொல்லல, ஆனால் காண விரும்பினதை அவர் சொன்னார். That is the power of Christianity. ஆமென். இதுதான் ஆமென் கிறிஸ்தவத்தினுடைய வல்லமை. ஹல்லேலூயா.
ஹalleluya. ஹalleluya. நிஜத்தை பார்த்து நிஜத்தை பேசுறது அல்ல. ஆமென். உண்மையை பார்த்து உண்மையை பேசுகிறது அல்ல, உண்மையை பார்த்து சத்தியத்தை பேசு. உண்மையை பார்த்து சத்தியத்தை பேச வேண்டும். യേശു പറഞ്ഞു, இயேசு சொல்லுகிறார், I am the truth. ஆமென், நானே ஆமென் உண்மையாயிருக்கிறேன். ഞാനാണ് ഉണ്മയല്ല, ഞാനാണ് സത്യം. நானே I சத்தியமாயிருக்கிறேன். am the truth. நானே சத்தியமாயிருக்கிறேன். ഞാൻ തന്നെ വഴി, நானே வழியும் സത്യം, ഞാൻ തന്നെ ജീവൻ. நானே வழியும் சத்தியமும் ஜீவனுமாயிருக்கிறேன். ഇതുപോലെ യേശു പറഞ്ഞത് പറഞ്ഞ ഒരുപാട് പ്രസ്താവനകൾ. இதுபோல இயேசு சொன்ன அநேக காரியங்கள் உண்டு. ഈ ഞാൻ എന്തുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ നമ്മൾ പവർഫുൾ ആണെന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ, நான் ஏன் நாம் அனுபவிக்கிற பிரச்சனையை பார்க்கிலும் நாம வல்லமையுள்ளவர்கள் என்று சொன்னேன் என்று சொன்னால், അതിന്റെ റീസൺ എന്നാന്നറിയോ? அதனுடைய ரீசன் என்ன தெரியுமா? എന്റെ ഉള്ളിലുള്ളത് எனக்குள் இருக்கிறது മരിച്ചവന്റെ ആത്മാവല്ല, மரித்து போன ஒரு ஆவி அல்ல. ശബ്ദമേറ്റ് പറ, എന്റെ ഉള്ളിൽ எന്റെ ഉള്ളിൽ ആവി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു? எனக்குள் ஆவி இருக்கிறது என்று விசுவாசிக்கிறீர்களா? എന്റെ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലും. ஆமென். என்னை மட்டுமல்ல, உங்களுக்குள்ளேயும் ഉണ്ടോ ഇല്ലയോ? ഏതാവിയാ ഉള്ളേ? സത്യമാവുന്നല്ലേ? ആമേൻ. ஆமென். സോ എന്റെ ഉള്ളിലുള്ള ആവി എന്തുവാ? எனக்குள் இருக்கிற ஆவி என்ன? റോമർക്ക് എഴുതിയ ലേഖനം 8:11 പറയുന്നു. ரோமருக்கு எழுதினதான நிருபம் 8வது அதிகாரம் 11வது வசனம் சொல்லுகிறது, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്നിൽ വാസം ചെയ്യുന്നു. இயேசு கிறிஸ்துவை மரித்தோரிலிருந்து எழுப்பினவருடைய ஆவி உங்களுக்குள்ளே வாசம் பண்ணுகிறது. ഹല്ലേലൂയ. அல்லேலூயா. മരിച്ച ആവിയല്ല, மரித்த ஆவி அல்ல, മരിച്ചതിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ആവി. ஆமென். செத்து போனதிலிருந்து உயிரடைய பண்ணின ஆவி. അയ്യോ, നിങ്ങളുടെ കൈയടി കണ്ടു കഴിഞ്ഞാൽ உங்களுடைய கரமடிக்கிற சூழ்நிலையை கண்டால், ஆமென், எல்லாம் போய்விட்டது. ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. സ്തോത്രം. ஹல்லேலூயா. സത്യം പറഞ്ഞാൽ ഈ റിസറക്ഷൻ, ഉയർപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമല്ല. ஆமென். உயிர்ப்பு என்று சொல்லக்கூடியது ஒரு சம்பவம் அல்ல, ഒരു സംഭവത്തെ, ഒരു നിகழ்ச்சிയല്ല. ஒரு நிகழ்ச்சி அல்ல. അതാ കറക്റ്റ് തമിഴ് വേർഡ്. നിகழ்ச்சிയല്ല. ஆமென். ஒரு நிகழ்ச்சி அல்ல. നിகழ்ச்சி എന്റെ ബർത്ത്ഡേ നിகழ்ச்சிയാണ്. ஆமென். என்னுடைய பிறந்த நாள் ஒரு நிகழ்ச்சி. ഇപ്പൊ എന്റെ ബർത്ത്ഡേ ഇന്നാണെങ്കിൽ, ஆமென், என்னுடைய பிறந்த நாள் இந்தாயிருந்தால், ഞാൻ പാസ്റ്റർ ഫ്രാങ്ക്ലിനോട് പറയും, പാസ്റ്റർ എന്റെ ബർത്ത്ഡേ ഇന്നാണ്. நான் பாஸ்டர் பிராங்க்லின் இடத்துல சொல்லுவேன், என்னுடைய பிறந்த நாள் இன்று. പാസ്റ്റർ ഒരു ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കും. ஆமென். போதகர் ஒரு பர்த்டே கேக் வாங்குவாங்க. ഹാപ്പി ബർത്ത്ഡേ അനു ജേക്കബ് എന്ന് പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ പറയും. ஆமென். ஹாப்பி பர்த்டே அனு ஜேக்கப் என்று சொல்லி கேக் கட் பண்ண சொல்லுவார்கள். നാളെയും വന്നിട്ട് ഞാൻ പറയും, എന്റെ ബർത്ത്ഡേ ആ പാസ്റ്ററെ. ஆமென். நாளைய தினத்திலே நான் வந்து சொல்லுவேன், என்னுடைய பிறந்த நாள். പാസ്റ്റർ ഒരു കൊട്ട് തരും. ஆமென். போதகர் எனக்கு ஒரு கொட்டு கொடுப்பாங்க. 3 ദിവസം കൺവെൻഷന് 3 കേക്ക് കട്ട് ചെയ്യോ? ஆமென். 3 நாள் நற்செய்தி பெருவிழாவிலேயும் 3 கேக் கட் பண்ணுவாங்களா? ഇല്ല. இல்லை. അതൊരു സംഭവമാണ്, നിகழ்ச்சி. ஆமென். அது ஒரு நிகழ்ச்சி. വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. வருடத்துக்கு ஒரு முறை. റിസറക്ഷൻ, ഉയർപ്പ് എന്ന് പറയുന്നത് ഒരു സംഭവമല്ല. ஆமென். ஆமென். உயிர்ப்பு என்று சொல்லக்கூடியது ஒரு சம்பவம் அல்ல. പുനരുത്ഥാനം ഒരു സംഭവമല്ല. ஆமென். உயிர்த்தெழுதல் என்று சொல்லக்கூடியது ஒரு சம்பவம் அல்ல. പണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ஆமென். முன்னாடி எனக்கு தெரியாது. അതുകൊണ്ട് ഈ ഈസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസറക്ഷൻ സൺഡേ മാത്രം 4 മണിയാകുമ്പോ ചർച്ചിൽ പോയി ആരാധന, ഉയർത്തെഴുந்தாരേ, உயிர்ப்பின் சண்டை என்று சொல்லக்கூடிய அன்றைய தினத்திலே மாத்திரம் 4 மணி அளவில் எழும்பி போய் ஆமென் உயிர்த்தெழுந்தாரே என்று சொல்லி பாடுகிறது. സത്യം പറഞ്ഞാൽ ഈ പാട്ട് വാഴ്ക്ക മുഴുവനും പാടണം. உண்மையை சொன்னால் இந்த பாடல் ஆமென் அன்றைய தினம் மாத்திரமல்ல, வாழ்நாள் முழுவதும் அதை பாடி தேவனை மகிமைப்படுத்தணும். எதனாலே? ഉയർപ്പ്. ശ്രദ്ധിക്കണം, ഉയർപ്പ് എന്ന് പറയുന്ന സംഭവമല്ല. ஆமென். உயிர்ப்பு என்று சொல்லக்கூடியது ஆமென் ஒரு சம்பவம், நிகழ்ச்சி அல்ல. ഉയർപ്പ് എന്ന് പറയുന്ന ഒരു നബറാണ്. ஆமென். உயர்ப்பு என்று சொல்லக்கூடியது ஒரு நபராய் இருக்கிறது. ഇത് നിങ്ങൾ പിടിച്ചെടുക്കണം. ഈ இதை நீங்கள் பெற்றுக்கொள்ளணும். ഉയർപ്പ് എന്ന് പറയുന്ന ഒരു നിகழ்ச்சி അല്ല വർഷത്തിൽ ഒരിക്കൽ സന്തോഷിക്കാൻ. ஆமென். உயிர்ப்பு என்று சொல்லக்கூடியது ஒரு நிகழ்ச்சி அல்ல, வருடத்திலே ஒரு முறை ஆமென் சந்தோஷிப்பதற்கு. പുനരുത്ഥാനം എന്ന് പറയുന്നത് ഒരു നബറാണ്. ஆமென். உயிர்த்தெழுதல் என்று சொல்லக்கூடியது ஒரு நபராய் இருக்கிறது. യേശു ലാസറിന്റെ ഭവനത്തിൽ പോയി. இயேசு லாசருடைய இல்லத்திலே கடந்து போனார். ലാസർ മരിച്ചുപോയി. லாசர் மரித்து போனார். ലാസർ മരിച്ച്, ஆமென், லாசர் மரித்து അടക്കപ്പെട്ട്, அடக்கம் பண்ணப்பட்டு 4 ദിവസമായി, 4 நாட்களாயிற்று. നാറ്റം വെച്ച് കല്ലറയിരിക്കുക. ஆமென். நாற்றம் வைத்திருக்கிறது. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയും, பரிசுத்த வேதாகமம் இப்படி சொல்லுகிறது, നാറ്റം വെച്ച ലാസർ കല്ലറയ്ക്കകത്ത്, நாற்றம் வைத்ததான லாசர் கல்லறைக்கு உள்ளே, കല്ലറയ്ക്കകത്ത് ലാസർ ഇരിക്കുമ്പോൾ, கல்லறைக்குள்ளே லாசர் இருக்கும்போது വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, பரிசுத்த வேதாகமம் இப்படி சொல்லுகிறது, യേശു കർത്താവ് അവിടെ എത്തി. இயேசு ஆமென் அங்கே கடந்து சென்றார். യേശു എത്തിയ ഉടനെ
യേശു കടന്നു ചെന്നപോது മാർത്ത എതിരേറ്റ് വരികയാണ്. ആമേൻ മാർത്തൾ എതിരായി കടന്നു വരികയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ നീ മരിക്കത്തില്ല. இங்கே இருந்திருப்பாயானால் என்னுடைய சகோதரன் மரித்து போயிருக்க You know மாட்டான். what Jesus said? ஆமென். இயேசு என்ன சொன்னார் தெரியுமா? നീ വിശ്വസിച്ചാൽ நீ விசுவாசித்தால் ദൈവത്തിന്റെ മഹത്വത്തെ കാണും. தேவனுடைய மகிமையை காண்பாய். അവൾ യേശുവിനെ വിട്ടിട്ട് ഒറ്റ ഓട്ടം ഓടുവാണ്. அவள் இயேசுவை விட்டு ஆமென் ஓட ஆரம்பிக்கிறாள். പോയി മറിയെ വിളിച്ചോണ്ട് വന്നിട്ട് പറയുവാ, போய் மரியாளை அழைத்து கொண்டு வந்து சொல்லுகிறாள், ഗുരു വന്നിട്ടുണ്ട്. ஆமென், குரு வந்திருக்கிறார். യേശു വന്ന ഉടനെ അതേ സ്റ്റേറ്റ്മെന്റ് യേശുവിനെ നോക്കി പറയുവാ, இயேசு வந்த உடனே அதே வார்த்தையை இயேசுவை பார்த்து നീ சொல்லுகிறார், ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല. நீ இங்கே இருந்திருந்தால் என்னுடைய சகோதரன் மரித்து போவதில்லை. യേശു പറഞ്ഞു, இயேசு சொன்னார், നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ நீ മഹത്വത്തെ കാണും. விசுவாசித்தால் தேவனுடைய மகிமையை காண்பாய். നീ വിശ്വസിച്ചാൽ നിന്റെ സഹോദരൻ நீ ഉയർത്തെഴുന്നേൽക്കും. விசுவாசித்தால் உன்னுடைய சகோதரன் உயிரோடு எழும்புவான். രണ്ട് സഹോദരന്മാരും കൈയുയർത്തി പറഞ്ഞു, സ്തോത്രം. ரெண்டு சகோதரிகளும் கரங்களை உயர்த்தி சொன்னார்கள், ஸ்தோத்திரம் என்று சொல்லி. ഞങ്ങൾക്കറിയാം, எங்களுக்கு தெரியும், ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, நாங்கள் படித்திருக்கிறோம், ഒടുക്കത്തെ നാളിൽ അവൻ ഉയർക്കും. கடைசி நாளிலே அவன் உயிரோடு எழும்புவான். ഉടനെ യേശു എന്നാ പറഞ്ഞെന്നറിയോ? ஆனால் இயேசு என்ன சொன்னார் தெரியுமா? ഒടുക്കത്തെ നാളിൽ അവൻ ഉയർക്കുമെന്നല്ല, கடைசி நாளிலே அவனை எழுப்புவேன் என்றல்ல, I am the resurrection. நானே உயிர்த்தெழுதலாயிருக்கிறேன். ഒടുക്കത്തെ നാളിൽ ഞാൻ ഉയർപ്പ് കൊടുക്കുമെന്നും പറഞ്ഞില്ല, நான் கடைசி நாளிலே ஆமென் உயிரடைய பண்ணுவேன் என்றும் ഞാൻ சொல்லவில்லை. ഉയർപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞില്ല, நான் உயிர்ப்பை கொடுப்பேன் என்று ഞാനേ പുനരുത്ഥാനം. நானே ഈ രാത്രി உயிர்த்தெழுதலாயிருக்கிறேன் സത്യം என்று അകത്ത് കയറട്ടെ. ஆமென். இந்த இரவில் இந்த சத்தியம் உங்களுக்குள்ளாய் கடந்து നിന്റെ வரட்டும். അകത്തുള്ളത് മരിച്ചവന്റെ ആത്മാവല്ല, നിന്റെ അകത്തുള്ളത് പുനരുത്ഥാനമാണ്. உனக்குள்ளே வாசம் பண்ணுவது ஆமென் மரித்த ஆவி அல்ல, உனக்குள்ளே வாசம் பண்ணுவது ஒரு உயிர்த்தெழுதலின் வல்லமை. നിന്റെ അകത്തുള്ളത് പുനരുത്ഥാനമാണ്. உனக்குள்ளே வாசம் பண்ணுவது உயிர்த்தெழுதலின் வல்லமை. നിന്റെ അകത്തൊരു പുനരുത്ഥാനമുണ്ടെങ്കിൽ உனக்குள்ளே உயிர்த்தெழுதலின் வல்லமை உண்டானால் you know what will happen? എന്ത് സംഭവിക്കുന്നറിയോ? என்ன சம்பவிக்கும் தெரியுமா? അപ്പോസ്തലപ്രവൃത്തിയിലെ പുസ്തകം 2:24 പറയുന്നു, அப்போஸ்தலர் 2:24 சொல்லுகிறது, മരണത്തിന് ஆமென், மரணத்திற்கு യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. இயேசுவை பிடித்து வைக்க கூடாமல் போயிற்று. ഹലോ, ഡിഫിക്കൽട്ട് എന്നല്ല, ഇംപോസിബിൾ. ஆமென். மரணத்துக்கு இயேசுவை பிடித்து வைக்க கூடாமல் போயிற்று. അത് മുടിയാത്ത കാര്യമാണ്. முடியாத காரியமாயிற்று. എவ்வளவு ട്രൈ പണിയാലും മുടിയാത്ത കാര്യം. எவ்வளவு முயற்சி பண்ணினாலும் அது முடியாத காரியம். ആർക്ക്? മരണത്തിന്. மரணத்திற்கு എത്ര ട്രൈ ചെയ്താലും മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് പ്രയാസമല്ല, മുടിയാത്ത കാര്യം. எவ்வளவு முயற்சி பண்ணினாலும் மரணத்திற்கு இயேசுவை ஆமென் பிடித்து வைக்க முடியாத காரியம். മുടിയാത്ത കാര്യം. ഇപ്പോൾ അന്ത യേശു എനക്കുള്ള ഇരിക്കുകയാണ്. இப்போது அந்த இயேசு நமக்குள்ளே இருக்கு. ഏത് യേശു? எந்த இயேசு? പുനരുത്ഥാനമായ യേശു. ஆமென். உயிர்த்தெழுந்த இயேசு. ആ ഉയർത്ത യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ அந்த உயிர்த்த இயேசு உனக்குள்ளே வாசம் നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ നീ പവർഫുൾ ആണ്. அனுபவிக்கிற பிரச்சனைகளை பார்க்கலும் வல்லமை உள்ளது. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ஆகையினாலே അപ്പോസ്തലപ്രവൃത്തിയിലെ പുസ്തകം 28-ാം അധ്യായം அப்போஸ்தலர் 28வது அதிகாரம் 1 മുതൽ 5 വരെ വചനം പറഞ്ഞിരിക്കുന്നു. 1 മുതൽ 5 വരെയുള്ളതാണ് വചനം ചൊല്ലുகிறது. പൗലോസിനെ മെലീത്ത എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. ആമേൻ. മെലിത്ത എന്ന് ചൊല്ലുന്ന ദ്വീപിലെ പൗലോസ് കടന്നു ചെല്ലുക. അവിടെ അസാധാരണമായ ദയവ് കാണിക്കുന്ന ബർബരന്മാരെ കാണുകയാണ്. ആമേൻ. അங்கே ഇവர்களுக்கு ദയவு ചെയ്യുന്ന ചിലർ ആമേൻ കാണപ്പെടുகிறார்கள். ഉടനെ വചനം പറഞ്ഞു, നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നുകൊണ്ട് ആമേൻ കുളിർന്ന കാല സൂழ்நிலைയായിരുന്നവർ തീ കായുകയാണ്. ആമേൻ. അവർ ആമേൻ കുളിർ കായ്ന്നു കൊണ്ടിരിക്കുന്നു. വചനം പറഞ്ഞിരിക്കുന്നത് പൗലോസ് ഒരു ബണ്ടിൽ ഓഫ് സ്റ്റിക്ക് എടുത്തുകൊണ്ട് അതിനകത്തേക്ക് ഇട്ടു. പൗൽ വിറക് കട്ടകളെ ചുമന്നുകൊണ്ട് അതற்குள்ளே போட்டான். അവൻ എടുത്ത ആ ബണ്ടിലിനകത്തൊരു വീര്യൻ പാമ്പുണ്ടായിരുന്നു. അവൻ എടുത്തതാണ് அந்த ആമേൻ വിറക് കട്ടില് ആമേൻ ഒരു അണലി ആമേൻ വിരിയൻ പാമ്പ് ഇരുന്നത്. നീ എടുക്കുന്ന കെട്ടിലേ വിരിയൻ പാമ്പ് ഇരിക്കത്തുള്ളൂ. ആമേൻ. നീ സുമക്കുകിற ആമേൻ നീ എടുக்கிற കട്ടില വിരിയൻ പാമ്പ് இருக்கும். വേറെ ആരെടുക്കുന്നതിലും വിരിയൻ പാമ്പ് ഇരിക്കത്തില്ല. ആമേൻ. വേറെ ആരെടുത്താലും വിരിയൻ പാമ്പ് വരുവതില്ല. ശ്രദ്ധിച്ചു കേട്ടോ. നല്ല ഗവനമായി ഗവനിക്കുക. വിളിയുള്ളവനെ അളൈപ്പുള്ളവനുക്കുൾ വിളിയുള്ളവൻ എടുക്കുന്ന ബണ്ടിലകത്തെ വിരിയൻ പാമ്പ് ഇരിക്കത്തുള്ളൂ. எந்த மனிதன் அழைக்கப்பட்டிருக்கிறானோ அந்த அழைக்கப்பட்டவன் சுமக்கிற சுமையிலத்தான் விறகிலத்தான் விரியன் பாம்பு இருக்கும். സത്യം പറഞ്ഞാൽ ആ പാമ്പിന്റെ അവസാനത്തെ ഇരിപ്പായിരുന്നു. ആമേൻ. ഉണ്മയെ ചൊല്ലുവാനാൽ அந்த പാമ്പിനുடைய കടൈസി തരുണം. ഈ രാത്രി വിശ്വസിക്കാമെങ്കിൽ നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ചില സർപ്പശക്തികളെയും സകല പാമ്പിന്റെ ശക്തികളെയും സകലവിധ പൈശാചിക മണ്ഡലത്തിന്റെയും അവസാന നിമിഷങ്ങളായി ഈ രാത്രി സത്യം
സത്യം നിന്നെ വിടുവിക്കട്ടെ. இந்த ராத்திரி வேளையிலே ஆமென் தேவ சமூகத்திலே ஆமென் ഹല്ലേലൂയ. ഈ രാത്രി ദൈവാത്മാവ് നിന്നെ വിടുവിക്കുകയാണ്. ആമേൻ. இந்த இரவுல தேவ ஆவியானவர் உன்னை விடுதலையாக்குகிறார். വചനം പറഞ്ഞിരിക്കുന്നു, ആ വിറക് കഷ്ണത്തെ എടുത്തുകൊണ്ട് ഈ മനുഷ്യൻ തീയുടെ അടുത്തേക്ക് പോയി. ആമേൻ. വിറക് കട്ടകളെ സുമந்து കൊണ്ട് തീക്ക് അരികാമയിലെ കടന്നു പോനപോது ഉടനെ ഒരു വിരിയം പാമ്പ് വന്ന് തന്റെ കൈയെ ചുറ്റി. ആമേൻ. വിരിയം പാമ്പാനது ഇവനുடைய കരத்தை കവിക്കൊണ്ടது. ബൈബിൾ പറഞ്ഞിരിക്കുന്നു, ആമേൻ, വിരിയം പാമ്പ് അവനെ കടിക്കാനിടയായി. ആമേൻ. വിരിയം പാമ്പാനது അവനെ കടിത്തது. ആരെ കടിച്ചു? யாரை കടിത്തது? സത്തമജലൻ, വാക്കുതത്വം ഉള്ളവനെ. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ആമേൻ. വാക്കുതത്വം ഉള്ളവനെ വിരിയം പാമ്പ് കടിക്കുവോ? വാക്കുതത്വം ഉള്ളവനെ വിരിയം പാമ്പ് കടിക്കുമാ? കടിക്കലാം. കടിക്കലാം. വിരിയം പാമ്പ് കടിച്ചു. വിരിയം പാമ്പ് കടിത്തത്. കടിച്ച ഉടനെ കരഞ്ഞു. കടിത്ത ഉടനെ അഴുതാ. യാരഴുതാ? യാരഴുതാ? വിരിയം പാമ്പ്. വിരിയൻ പാമ്പ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല? ഹല്ലേലൂയ. അതിന്റെ കാര്യം മനസ്സിലായോ? சொன்ன காரியம் புரிஞ்சிச்சா? വാക്കുതത്വം ഉള്ളവനെ കടിച്ചാൽ കടിച്ചവനാണ്. വാക്കുതത്വം വെച്ചുകൊണ്ടവനെ അവൻ കടിക്കുമേ, എന്നാൽ കടിത്തവൻ അവൻ മരിച്ചു പോകും. ഇല്ല, കടിത്തവൻ അഴുകും. അവൻ കടിത്തവൻ അഴുകുവാൻ. അതെ. അപ്പൊ കടിക്കാതിരിക്കണ ആണ് നിനക്ക് നല്ലത് പിശാചേ. അവൻ കടിക്കാമ ഇരിക്കുന്നതുதான் ഉനക്ക് നല്ലത് സാത്താനേ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാക്കുതത്വം ഉള്ളവനെ വിരിയം പാമ്പ് കടിച്ചെന്നു. ആമേൻ. വാക്കുതത്വം ഉള്ളവനെ വിരിയം പാമ്പ് കടിത്തത്. എന്ത് വാക്കുതത്വം കിട്ടിയേ? എന്ന വാക്കുതത്വം? എപ്പോഴാ വാഗ്ദത്തം കിട്ടിയത്? எப்ப வாக்குத்தத்தம் கிடைத்தது? മുമ്പുള്ള അധ്യായം പഠിക്കുമ്പോൾ, அதற்கு முன்னாடியுள்ள அதிகாரத்தை வாசிக்கும்போது, ആമേൻ, ഈസാന മൂലം കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ஆமென். കൊടുങ്കാറ്റാனது ആമേൻ കടന്നു വന്നത്. പടക് തകർന്നു. പടകാனது ആമേൻ തകർന്നു പോയിച്ചു. ആകപ്പാടെ കിട്ടിയത് ഒരു പലക കഷ്ണമാണ്. ആമേൻ. അവർക്ക് கிடைத்தது ആമേൻ ഒരു പലകை തുണ്ട്. ഇനി അതിനകത്ത് ഒരു സീക്രട്ട് പറഞ്ഞാൽ, ആമേൻ, அதற்குள்ள ഒരു രഹസ്യത്തെ சொன்னால், വാഗ്ദത്തം ഉള്ളവന് പിടിക്കാൻ ഒരു കഷ്ണമെങ്കിലും കിട്ടും. ആമേൻ. വാക്കുത്തത്തമുള്ളവൻ പിടിപ്പதற்கு ഒരു പലകை തുണ്ടാவது கிடைக்கும். വാഗ്ദത്തം ഇല്ലെങ്കിൽ അവിടെ മുങ്ങിച്ചാവും. വാക്കുത്തത്തമില്ല എന്ന് சொன்னால் മുങ്ങി ആമേൻ മരിച്ചു പോകും. എന്നാൽ വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിനക്ക് കപ്പൽ വേണ്ട, പലക മതിയെന്ന്. ആമേൻ. വാക്കുത്തത്തം ഉണ്ട് എന്ന് சொன்னால் ഉനക്ക് കപ്പൽ தேவையில்ல, പലക പോതും എന്ന്. വാഗ്ദത്തം ഉള്ളവന് ലോകം പറയുന്ന കപ്പൽ വേണ്ട, അക്കരെ പോകാൻ അവൻ ഒരു പലക മതി. അവൻ അതിൽ പിടിച്ചു കയറും. വാക്കുത്തത്തമുള്ളവനുക്ക് ആമേൻ കപ്പൽ വേണ്ടാം, ആമേൻ ഒരു പലകை പോതും. അവற்றை പിടിത്തുകൊണ്ട് മറുകരയ്ക്ക് കടന്നു ചെല്ലുവാൻ. വാഗ്ദത്തമുള്ള, അതാണ് ഏലിയാവ് ചെയ്തത്. ആമേൻ. ഇதைத்தான் എലിയാവും ചെയ്താர். ഏലിയാവ് നോക്കി, എലിയാവ് பார்த்தான், ഒന്നുമേ കാണില്ല. ഒന്നും കാണ முடியல. അവന്റെ വാലിക്കാരനോട് പറയുക, അവൻ വേലക്കാരനെ பார்த்து சொல்லுகிறான், പോയി നോക്ക്. ആമേൻ, പോയി പാർ. ഏലിയാവ് എന്നാ ചെയ്യുന്നറിയോ? എലിയ என்ன செய்தார் தெரியுமா? തന്റെ തല തന്റെ മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച് പ്രാർത്ഥിച്ചു. തன்னுடைய ആമേൻ തലയെ തൻ മുഴങ്കാലുകൾക്ക് ഇടയിലെ வைத்து ജപിக்கிறான். മുഴങ്കാലുകളുടെ ഇടയിലേക്ക് തിരികെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. മുഴങ്കാലുകൾക്ക് ഇടയിലെ வைத்து ജപിக்கிறான். എന്തിനാ ഏലിയാവ് അങ്ങനെ പ്രാർത്ഥിച്ചത്? എதற்காக ഏലിയാവ് அப்படி ஜெபித்தார்? ഇവിടെയുള്ള പ്രായമുള്ള അമ്മമാർക്ക് ഒരു കാര്യം അറിയാം. ആമേൻ. ഇങ്ങ മുതിർ വയതാന തായ്മാർക്ക് ഒരു സംഭവം தெரியும். തലയെ രണ്ട് കാലുകൾക്കിടയിലേക്ക് തിരികെ വെക്കുക എന്ന് പറഞ്ഞാൽ, ആമേൻ, ആമേൻ, തലയെ രണ്ട് കാലുകൾക്കും ഇടയിലെ ആമേൻ வைப்போம் என்று சொன்னா, ആ പൊസിഷന്റെ പേരാണ് ബർത്തിങ് പൊസിഷൻ. ആമേൻ. എന്ത് പൊസിഷൻ தான்? ആമേൻ, ബർത്ത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ, ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സഹോദരിയെ തന്റെ കുഞ്ഞിനെ പുറത്തേക്ക് സുഖമായി പ്രസവിക്കുവാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പൊസിഷനാണ് ബർത്തിങ് പൊസിഷൻ. ആമേൻ. நிறைமாத ഗർഭിണിയായി இருக்கிறதான ഒരു സഹോദരി ആമേൻ കുളന്തയെ പെറ്റെടുപ്പதற்கு കൊടുக்கிறதான ഒരു അനുഭവം தான் ആമേൻ இந்த ബർത്തിങ് പൊസിഷൻ. ഇന്നത്തെ ആധുനിക സാങ്കേതികമായ ഹോസ്പിറ്റൽ വിദ്യകൾ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ടെക്നോളജി അതായിരുന്നു. ആമേൻ. ഇന്നേക്കുള്ളതാണ് ആമേൻ സൂழ்நிலைகளிലുള്ള മരുத்துவமனைകൾ കടന്നു വരുവதற்கு മുന്നാടിയുള്ളതാണ് കാല സൂழ்நிலைകൾ ഇപ്പടിയായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ രണ്ട് മുഴങ്കാലുകളുടെ ഇടയിൽ ഇവൻ തല തിരുകി വെച്ചെന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥനയിൽ മഴയെ പ്രസവിക്കുകയായിരുന്നു. ആമേൻ. രണ്ട് മുഴങ്കാലുകൾക്ക് ഇടയിലെ തലയെ வைத்து ജപിക്കാൻ എന്ന് சொன்னால் ആമേൻ ജപത്തിലെ ആമേൻ മഴയെ അവൻ പെറ്റെടുക്കണം. പ്രാർത്ഥനയിൽ കാത്തിരിക്കുന്നവൻ ഇതാ ബാല്യക്കാരനോട് പറയുക, ആമേൻ. ജപത്തിലെ കാത്തിരിക്കുന്നവൻ തൻ ബാലിവനെ பார்த்து சொல்லுகிறான், പോയി നോക്ക്. ആമേൻ. പോയി പാർ എന്ന് சொல்லுகிறான். അടയാളം വല്ലതും ഉണ്ടോ? അங்கே അടയാളം ഏதாவது இருக்கிறதா என்று பார். ഒന്നുമില്ല. ഒന്നുമില്ല. രണ്ടാമതും പോയി, இரண்டாவதும் கடந்து, മൂന്നാമതും പോയി, மூன்றாவதும் கடந்து, 4 5 6 4 മുறை 5 ആറാவது മുறை, ഏഴാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഏഴാவது മുறை கடந்து പോകുന്നു. ഒരു കൈവെള്ളയുടെ വലിപ്പമുള്ള ഒരു കറുത്ത മേഘം നിൽക്കുക. കൈയളവിലെ ആമേൻ കറുത്ത മേഘം നിൽക്കുന്നത്. ഏലിയാവ് എഴുന്നേറ്റു.
எலியா எழும்பினான். ഏയ് ബാലിക്കാരൻ പറയുക, ஆமென். வேலைக்காரன் சொல்லுகிறான், ഇസ്രായേൽ ദേശം മുഴുവൻ മഴ പെയ്യ്ക്കാൻ ഇത്ര മതിയോ? இஸ்ரவேல் தேசம் முழுவதும் மழை பெய்வதற்கு இவ்வளவும் போதுமோ? വാഗ്ദത്തമുള്ളവന് ചെറുത് മതി മഴ പെയ്യിക്കാൻ. வாக்குத்தத்தம் உள்ளவனுக்கு சிறிது போதும் மழை பெய்ய അവനെ வைப்பதற்கு. പിടിച്ചു കയറാൻ ചെറിയ മരപ്പലക കഷ്ണം മതി. அவன் ஆமென் ஏறி செல்வதற்கு சின்ன மரத்துண்டுகள் ഈ போதும். രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ஆமென். வெளிப்படுகிறது அபிஷேகத்தை ஆமென் தெரிந்து கொள்ளுகிறவர்களுக்காய் ஆண்டவரை Come on, ഈ രാത്രി നിന്റെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. இரவு உங்கள் மேல் ஜீவன் എവിടെയോ வெளிப்படும். മങ്ങിപ്പോയ മിനിസ്ട്രി പുറത്തു വരട്ടെ. நீங்க மங்கி கொண்டிருக்கிற ஊழியம் வெளிப்படுவதாக, പ്രാർത്ഥനാ ജീവിതം പുറത്തു വരട്ടെ. வாழ்க்கை வெளிப்படுவதாக, ജയ ജീവിതം പുറത്തു വരട്ടെ. ஜெயம் வெளிப்படுவதாக. നീ വീഴത്തില്ല, நீ விழுக இல்ல, നീ വീഴത്തില്ല, வீழ்ந்து போவதில்லை. നീ വീഴുമെന്ന് പറയുന്നിടത്ത് நீ விழுந்து போவா என்று சொல்லுகிற ஸ்தானத்தில் നീ വാഴാൻ പോവുകയാണ്. நீ ஜீவிக்க போகிறாய். നീ വാഴാൻ പോവുകയാ. வாழ നീ போகிறாய். വീഴത്തില്ല, നീ വാഴാൻ പോവുകയാണ്. நீ வீழ்ந்து போவதில்லை, நீ வாழ போகிறாய். ഹല്ലേലൂയ. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തോത്രം கரங்களை தட்டி. ഈ രാത്രി നിന്റെ മേൽ ആ ദൈവശക്തി ഇറങ്ങട്ടെ. இந்த ராத்திரி உங்கள் மேல தேவ வல்லமை இறங்குவது. മാനസികമായി നിന്നെ പിളർത്താൻ പിശാച് നോക്കിയോ? மானசீகமாய் உன்னை உடைத்து போட சத்துரு கவனித்தானோ? നിനക്ക് വിരോധമായി തിട്ടമിട്ടോ പിശാച്? உனக்கெதிராய் திட்டம் தீட்டினானோ ഈ சத்துரு? രാത്രി കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്ക്. இந்த ராத்திரி உதறி தள்ளி எழும்பிக்கொள். കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്ക്. உதறி எழும்ப ஆரம்பி. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ശക്തിയുള്ളതാണ്. வெளிப்படுகிற அபிஷேகம் வல்லமை உள்ளது. നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ജയത്തിന്റെ അഭിഷേകമാണ്. உன்மேல வெளிப்படுகிறது ஜெயத்தின் அபிஷேகம். ഹല്ലേലൂയ. ஹalleluya. ഹല്ലേലൂയ. ஹalleluya. കപ്പൽ ഛേദമുണ്ടായി. கப்பல் சேதம் உண்டாயிற்று. രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചു. தப்பித்துக் கொள்ளுவோம் என்றுள்ளதான எல்லா சூழ்நிலைகளும் நஷ்டப்பட்டு போய், സൂര്യനുമില്ല ചന്ദ്രനുമില്ല. சூரியனையும் பார்க்க முடியல, சந்திரனையும் பார்க்க முடியல. കപ്പിത്താൻ പറയുക, ക്യാപ്റ്റൻ, ஆமென். கப்பல் பிரதானி சொல்லுகிறார், അയ്യോ സൂര്യനെയും ചന്ദ്രനെയും കണ്ടിട്ട് 16 ദിവസമായി. சூரியனையும் சந்திரனையும் பார்த்து 16 நாட்களாயிற்று. രക്ഷപ്പെടില്ല. தப்பித்துக் கொள்ள முடியாது. പൗലോസ് എഴുന്നേറ്റിട്ട് പറയുക, பவுல் எழும்பி சொல்லுகிறார், എടാ എന്റെ ജീവിതം സൂര്യനും ചന്ദ്രനും ആശ്രയിച്ചല്ല. என்னுடைய வாழ்க்கை சூரியனையும் சந்திரனையும் எதிர்பார்த்தல்ல. സൂര്യനെയും ചന്ദ്രനെയും പടയത്തവനിലാണ് ഞാൻ കണക്ട്. சூரியனையும் சந்திரனையும் உருவாக்கினவர்களே நான் தொடர்புள்ளவனாயிருக்கிறேன். കാലങ്ങളുടെ മേൽ ഞാൻ വാഴുകയാണ്. ஆமென். காலங்கள் மேலே நான் ஆமென் வாழ்ந்து ഈ கொண்டிருக்கிறேன். രാത്രി നിന്നെ ലോക്ക് ചെയ്ത ചില സീസണിനകത്ത് നീ പുറത്തു വരികയാണ്. ஆமென். இந்த இரவுல உன்னை பயப்படுத்துகிற பயத்தில் இருந்து நீ ஆமென் வெளியில கடந்து வர ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, பரிசுத்த ஆவியானவர் என்னை பார்த்து നിന്റെ சொல்லுகிறார், കുടുംബത്തിന് വിരോധമായി നിനക്ക് വിരോധമായിട്ടുള്ള ചില റോങ് സ്പെൽസ് ഇന്ന് രാത്രി ക്യാൻസൽ ആകുകയാണ്. ஆமென். உனக்கு விரோதமாய், உன்னுடைய வாழ்க்கைக்கு விரோதமாய் எழும்புகிற சில வல்லமைகள் இன்றைக்கு உடைக்கப்படுகிறது. നിനക്ക് വിരോധമായിട്ടുള്ള ചില പറച്ചിലുകൾ, നിനക്ക് വിരോധമായിട്ടുള്ള ചില അപവാദങ്ങൾ, നിനക്ക് വിരോധമായിട്ടുള്ള ചില പിശാചിന്റെ പിട്ടകൾ ഈ രാത്രി ഉടഞ്ഞു പോവുകയാണ്. உனக்கெதிராய் பேசுகிற வார்த்தைகள், உனக்கு விரோதமான செயல்கள், சில சத்துருடைய திட்டங்கள் இந்த ராத்திரி உடைக்கப்படுகிறது. കുടഞ്ഞുകളാ, കുടഞ്ഞുകളാ, உதறிப்பாடு, കുടഞ്ഞുകളാ. உதறிப்பாடு. നീ ജയത്തിൽ നടക്കുകയാണ്. நீ வெற்றியோடு നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നു. மேல் அபிஷேகம் வெளிப்படுகிறது. ശകലമാന ബാരി ബാരി അന്തുരി എന്തലകടകൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കപ്പൽ ഛേദമുണ്ടായി. കപ്പൽ ഛേദമുണ്ടായിற்று. മരപ്പലക കഷ്ണത്തിൽ തൂങ്ങിക്കിടക്കുന്ന പൗലോസ്, അവൻ പലകை തുണ്ടിലെ അവൻ പൗൽ അവൻ പിടിത്തുകൊണ്ട് അതേ പലകയുടെ മേലിൽ വന്ന് ദൂതൻ പറയുകയാണ്, അതേ പലകയ്ക്ക് മേലെ വന്ന് ദൂതൻ ചൊല്ലുகிறான், പൗലോസേ, பவுலே, നീ റായനുക്ക് മുന്നാടി നിൽക്ക நீ പോകുகிறாய். ராயனுக்கு முன்பாய் நிற்க போகிறாய். ஹல்லேலூயா. പൗലോസ് പറയുക, பவுல் சொல்லுகிறான், ഉണ്മ എന്നാന്ന് തെരിയുമാ? உண்மை என்ன தெரியுமா? ബ്ലൂ വെയിലിന്റെ മുമ്പാകെ നിൽക്കുക. അതാ നീലത്തിമിംഗലത്തിന് அவன் நீல திமிங்கலத்துக்கு முன்பாய் நிற்கிறான். നടുകടല്ല. நடுக்கடலிலே ഞാൻ ഇങ്ങനെ പലകയെ പിടിച്ച് കിടക്കുമ്പോ அவன் நான் பலகையில தூங்கி அவன் நிற்கும் போது ഇടത്തും വലത്തും നീലത്തിമിംഗലം വന്ന് എന്നെ തട്ടുന്നുണ്ട്. இடது பக்கத்திலே வலது பக்கத்திலே நீல திமிங்கலம் என்னை அவன் എന്നെ மோதிக்கொண்டிருக்கிறது. തകർക്കാൻ വേണ്ടി വായ് തുറന്നുകൊണ്ട് ഷാർക്ക് വരുന്നുണ്ട്. என்னை அழிக்கும்படி அவன் வாய்களை பிளர்ந்து கொண்டு அவன் எனக்கு முன்பாய் வருகிறது. പൗലോസിനെ നോക്കി ദൂതൻ പറഞ്ഞു, பவுலை பார்த்த தூதன் சொல்லுகிறான், എടാ അത് വെറും ഉന്മേടാ. அது அவன் உண்மைதான். ഞാൻ
വന്നത് ഉന്മ പറയാനല്ല, நான் வருகிறது உண்மையை சொல்லுவதற்கு, ഇതിനകത്ത് നീ തീരുമെന്ന് പറയാനല്ല, இதற்குள்ள நீ அழிந்து போவாய் என்று നീ சொல்லுவதற்கு, ഇതിനകത്ത് അളിയത്തില്ല, நீ இதற்குள் அழிந்து போவதில்லை. ഈ വിഷയം തീർന്നു പോകും. ஆமென். இந்த விஷயம் இந்தோடு முடிந்து போகும். നീ കയറി പുറത്തു വരും. ஆமென். நீ ஆமென் வெளியில നീ வருவாய். പുറത്തു വരും. நீ வெளியில கடந்து ഇവൻ வருவாய். പുറത്തു വന്നു. அவன் இவன் வெளியில கடந்து வந்தான். മെലീത്ത ദ്വീപിലെത്തി. மெலித்தா தீவிலே கடந்து ദയവ് வருகிறான். കാണിക്കുന്ന ബർബരന്മാരെ കണ്ടു. ஆமென். அங்கே அவனுக்கு அவன் துணை நிற்கிற சில மனிதர்களை ബൈബിൾ கண்டான். പറഞ്ഞിരിക്കുന്നു വിറക് കൊണ്ട് തീക്കകത്തിടുമ്പോ, ஆமென். விறகு കട്ടകളെ കൊണ്ട് തീക്കുள்ள ഞാൻ போடும்போது, നേരത്തെ പറഞ്ഞതുപോലെ വിരിയം പാമ്പ് വരികയാ. ஆமென், விரியன் பாம்பு, நான் நேரமே சொன்னது போல விரியன் பாம்பு கடந்து வருகிறது. വാക്കുത്തത്തമുള്ളവന്റെ പിന്നിൽ വിരിയം പാമ്പ് വരുവാ. வாக்குத்தத்தமுள்ளவனுக்கு பின்பாய் ആമേൻ വിരിയൻ പാമ്പ് ഈ രാത്രി வெளிப்படுகிறது. യേശുവിന്റെ നാമത്തിൽ இந்த இரவுல இயேசுவின் நாமத்தினாலே വാക്കുത്തമുള്ള നിന്റെ നേരെയും പിന്നിലും വലത്തും ഇടത്തും വാദിക്കുന്ന വിരിയൻ പാമ്പിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ പകർന്നു പോട്ടെ. ആമേൻ. இந்த ராத்திரியிலே வாக்குத்தத்தம் உள்ளதான உனக்கு முன்பிலும் பின்பிலும் ஆமென் வலதும் இடதும் ஆமென் இருக்கிறதான ஆமென் எதிராய் வருகிற வல்லமைகள் இந்த ராத்திரி உடைக்கப்படுவதாக. ആരാധിച്ച് ആരാധിച്ച് എല്ലാ ദൈവ പിള്ളൈകൾ ആത്മമണ്ഡലത്തിൽ ചില ജയങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടുകയാ. ആമേൻ. ദേവ വല്ലമ இந்த ராத்திரி ഈ வெளிப்படுகிறது. 38ാമത്തെ കൺവെൻഷനകത്ത് இந்த 38வது நற்செய்தி பெருவிழாவில் മറഞ്ഞിരുന്ന് പോരാടുന്ന ചില ഒളിപ്പോരുകൾ യേശുവിന്റെ നാമത്തിൽ പൊളിയുകയാണ്. ஆமென். மறைந்திருந்து செயல்படுகிற சில வல்லமைகள் இயேசுவின் நாமத்தில் உடைக்கப்படுகிறது. നിനക്ക് വിരോധമുള്ള പിശാചിന്റെ അജണ്ടകൾ പൊളിയുകയാണ്. உனக்கு எதிராய் சத்துரு திட்டம் வைக்கிற திட்டங்கள் உடைக்கப்படுகிறது. നിന്നെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന പിശാചിന്റെ പ്ലാൻസുകൾ പൊളിയുകയാണ്. உன்னை பூட்ட நினைக்கிற சத்துருடைய திட்டங்கள் உடைக்கப்படுகிறது. നിന്നെ പൂട്ടാൻ കഴിയത്തില്ല, உன்னை பூட்டி போட നിന്നെ முடியாது. ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. உன்னை பூட்டி போட முடியாது. കാരണം നിന്റെ അകത്തുള്ളത് ഉയർപ്പിന്റെ ശക്തിയാണ്. உனக்குள் வாசம் அணுகிறது ஆமென் உயிர்ப்பின் வல்லமை. ആ ഒരു മൗനമായിരിക്കരുതേ. யாரும் மௌனமாய் இருக்கக்கூடாது. ഈ രാത്രി നിന്റെ ഭവനത്തിനകത്ത് വിടുതൽ വ്യാപരിക്കട്ടെ. இந்த இல்லத்திலே விடுதலை வெளிப்படும். നിന്റെ ഭവനത്തിൽ തീ ഇറങ്ങട്ടെ. உன்னுடைய இல்லத்திலே அக்கினி இறங்கும். ആത്മാവിന്റെ തേജസ് ഇറങ്ങട്ടെ. ஆவியின் വല്ലமை നിന്റെ வெளிப்படட்டும். തലമുറകളുടെ മേൽ തേജസ് ഇറങ്ങട്ടെ. உன்னுடைய தலைமுறைகள் மேல் ഈ வல்லமை രാത്രി നീ வெளிப்படட்டும். ഇവിടെ ആരാധിക്കുമ്പോ நீ இங்கு ஆராதிக்கும் போது രഹസ്യ മണ്ഡലത്തിലും ரகசிய மண்டலங்களிலே അദൃശ്യ മണ്ഡലത്തിലും ஆமென் அദர்ശ്ய ദൃശ്യ மண்டலங்களிலே മണ്ഡലത്തിലും ஆமென் இந்த பூமியிலே നീ അനുഭവിക്കുന്ന ചില യുദ്ധങ്ങൾ நீ അവസാനിക്കുകയാണ്. அனுபவிக்கிற யுத்தங்கள் முடிந்து போகிறது. Yes. Hallelujah. ശുരബല ഹടകജരകടക ദുരബരബടകദുരിരിബരിയാധന. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. இயேசுவின் நாமத்திலே യേശുവിന്റെ சம்பவிக்கட்டும். നാമത്തിൽ സംഭവിക്കട്ടെ. இயேசுவின் நாமத்தில் சம்பவிக்கட்டும். Hallelujah. 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 വീര്യൻ പാമ്പ് വന്ന് പൗലോസിന്റെ കയ്യിൽ കടിച്ചു. ஆமென். விரியன் பாம்பு வந்து பவுலுடைய கரங்களை கவ்விக்கொண்டு ആ ദേശത്തിലെ നിവാസികളൊക്കെ പറഞ്ഞു ഇപ്പം തീരും. அந்த தேசத்திலே மெலித்தா தீவார் சொன்னார்கள் இப்போது மரித்து ആ போவா. ഇപ്പം തീരും. இப்ப மரித்து போவா. സത്യം, അവരുടെ പ്രവചനം കറക്റ്റാ. ஆமென். அவர்களுடைய தீர்க்க தரிசனம் உண்மைதான். എന്ത് തീർന്നെന്നറിയോ? ஆமென். என்ன தீர்ந்து போயிட்டு தெரியுமா? വീര്യൻ പാമ്പ് തീർന്നു. விரியன் பாம்பு செத்து போயிட்டு. ഇപ്പം തീരും. ஆமென். இப்ப தீர்ந்து போகும். കടിച്ചവൻ തീർന്നു. கடித்தவன் மரித்து ഈ போகும். 2026 ഇതിനകത്തിരിക്കുന്ന ജനത്തെ നോക്കി ഞാൻ പ്രവചിക്കുക. 2026 இங்கே ஆமென் உள்ளாடி இருக்கிற ஜனத்தை பார்த்து தீர்க்க தரிசனம் ഇതുവരെ വീര്യൻ പാമ്പ് കടിച്ചവൻ ചത്ത പരിശ്രമം നീ കേട്ടിട്ടുള്ളൂ. ஆமென். இதுவரை விரியன் பாம்பு யாரை கடித்ததோ ஆமென் அவர்கள் மரித்து போனார்கள் என்ற வார்த்தையை தான் நீ கேட்டிருப்பாய். എന്നാൽ ഇന്ന് രാത്രി ചരിത്രം മാറുകയാണ്. ராத்திரி சரித்திரம் மாற்றப்படுகிறது. കടിച്ചവൻ മരിക്കുന്ന സീസണാണ്. கடித்தவன் மரித்து போகிற ஒரு ஆமென் നിനക്ക് വിരോധമായി ഉയർത്തിയ വെല്ലുവിളികൾ എന്നേക്കുമായി അവസാനിക്കുന്ന സീസണാണ്. உனக்கு விரோதமாய் எழும்பின வெல்லுவிளிகள் என்றென்றைக்குமாய் உடைந்து போகிற ஒரு தினமாய் மாறும். സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. ஸ்தோத்திரம் செய்வோம். இந்த இரவு அது சம்பவிக்கட்டுமே. വിശുദ്ധ വേദ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു. பரிசுத்த வேதாகமத்திலே இப்பிரகாரம் சொல்லப்படுகிறது. പൗലോസിനെ ആണലി കടിച്ചു. ஆமென். பவுலை ஆமென் விரியன் பாம்பு கடித்தது. കൊടഞ്ഞു. ஆமென். உதறி போட்டான். നിങ്ങൾ എന്നൊന്ന് ശ്രദ്ധിക്കണേ. என்னை கவனிக்க வேண்டுமே. ബൈബിളില് வேதத்திலே ഈ വിരിയം പാമ്പ് കടിച്ചപ്പോ ஆமென் இந்த விரியன் பாம்பு கவி கொண்ட போது എവിടെ നിർത്തുന്ന കർത്താവ് എന്നോട് പറഞ്ഞേ, ஆமென் எங்கே நிறுத்துவேன் என்று சொல்லி ஆண்டவரே என்னிடத்துல சொன்னீங்க. ആ ഷാർക്ക് എന്നെ വിഴുങ്ങിയാ മതിയായിരുന്നു. ஆமென். அந்த திமிங்கலம் என்ன விழுங்கி போட்டால் போதுமாயிருந்தது. ആരും കാണത്തില്ലായിരുന്നു. யாரும் பார்த்திருக்க மாட்டாங்க. നാട്ടുകാര് മുഴുവനും കണ്ട് പാമ്പ് കടിച്ചത്. இப்ப ஆமென் தேசத்தார் அனைவரும் பார்த்தாங்க பாம்பு கடித்திருக்கிறது. എവിടെ നിർത്തുന്ന പറഞ്ഞേ? எங்கே நிறுத்துவேன் என்று
சொன்னார், കൈസറിന്റെ മുമ്പാകെ നിർത്തുന്ന அவன் ராயனுக்கு முன்பாய் நிறுத்துவேன் என்று ഇപ്പൊ ഞാൻ சொன்னார். വിരിയും പാമ്പിന് മുമ്പാകെ നിൽക്കുക. இப்ப விரியம் பாம்புக்கு முன்னாடி நின்று கொண்டிருக்கிறேன். കേൾക്കവേ ഇല്ല, அவன் கேட்கவே இல்லை, അതെ പാത്ത് അളവേ ഇല്ല. அதை பார்த்து அளவே இல்லை. പൗലോസ് പറഞ്ഞു, பவுல் சொன்னார், എടാ വിരിയം പാമ്പേ, அவன் விரியன் பாம்பே, നീ തെറ്റായ മനുഷ്യനെ കടിച്ചു. அவன் நீ தவறாய் மனிதனை നീ கடித்தாய். വേറെ ആരെങ്കിലും കടിച്ചാൽ நீ മതിയായിരുന്നു. வேற யாரையாவது கடித்தால் നിനക്ക് போதுமாயிருந்தது. ആള് മാറിപ്പോയി, உனக்கு ஆள் மாறி போய் നിനക്ക് ആള് മാറിപ്പോയി. அவன் ஆள் மாறி ഈ போய் രാത്രി ആത്മനിറവിൽ ഞാൻ നിന്നെ നോക്കി പ്രവചിക്കട്ടെ. ராத்திரி ஆவியிலே உங்களை பார்த்து தீர்க்க தரிசனம் சொல்லுகிறேன். പിശാചിന്റെ തിട്ടത്തിന് ആള് മാറിപ്പോയി, ஆமென். பிசாசினுடைய சத்துருடைய திட்டத்திற்கு ஆள் മാറിപ്പോയി. மாறி போய் விட்டது. ഇവൻ എന്ത് സംഭവിച്ചെന്നറിയോ? என்ன சம்பவித்தது தெரியுமா? പൗലോസ് കുടഞ്ഞു കളഞ്ഞു. ஆமென். பவுல் உதறி போட்டான். He moved forward. ஆமென். அவன் உதறி போட்டான். അവൻ മുമ്പോട്ട് പോയി. அவன் മുന്നായി കടന്നു പോനാൻ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ മെലീത്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ മാൾട്ട എന്ന് പറയുന്ന ഐലൻഡിൽ പ്രസംഗിക്കാൻ പോയപ്പോ, ஆமென், நான் இந்த மெலித்தா என்று சொல்லக்கூடிய ஆமென் ஐலண்டிலே தீவிலே ஆமென் வருடங்களுக்கு முன்பாய் பிரசங்கிக்க கடந்து போன போது, മെലീത്ത എന്ന് പറയുന്നത് മാൾട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ஆமென் மெலித்தா ஆமென் மால்டா என்று சொல்லக்கூடியது ஒரே இடம்தான். ചെറിയ മീറ്റിംഗ് ആണ്, ഒരു 125 പേരുണ്ട് ഉള്ള ഒരു മീറ്റിംഗ് ആണ്. ஒரு 125 பேர் கூடின ஒரு ചെറിയ കൂടുകയിലെ ആമെൻ കടന്നു പോനെ. 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 2 നാൾ അങ്ങേ ഇരുന്നു. ആ മീറ്റിംഗിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തപ്പോ, ആമേൻ, அந்த ആരാധனை முடித்து ആമേൻ நான் அந்த காரியங்களை ஆமென் படித்தபோது, ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? அந்த ராஜ்யத்தினுடைய ஆமென் முக்கியத்துவம் என்ன தெரியுமா? ആ രാജ്യത്ത് പാമ്പ് വാഴത്തില്ല. ஆமென். அந்த ராஜ்யத்திலே பாம்பு ஆமென் ஜீவிப்பதில்லை. പാമ്പിന് ജീവിക്കാൻ പറ്റില്ല. ஆமென். பாம்பிற்கு ஜீவிக்க முடியாது. ആ രാജ്യത്തിന്റെ ക്ലൈമറ്റ് അങ്ങനെയാണ്. ஆமென். அந்த ராஜ்யத்தினுடைய கிளைமேட் அப்படிப்பட்டது. കാരണം എന്നാന്നറിയോ? காரணம் என்ன தெரியுமா? വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ കുടഞ്ഞതാ. வருடங்களுக்கு முன்பே ஒருவர் உதறி போட்டது. എന്റെ കൂടെ നിങ്ങളുണ്ടോ? ஆமென். என்னோடு கூட நீங்க இருக்கிறீங்களா? വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ കുടഞ്ഞപ്പോ, வருடங்களுக்கு முன்பாய் ஒருவன் உதறி தள்ளின போது, പൗലോസ് കുടഞ്ഞത്, പൗൽ ഉദറിനത് നീർക്കോലി 1, അണലി 1, പെരുമ്പാമ്പ് 1, മലമ്പാമ്പ് 1 എന്ന് പറഞ്ഞ് കുടഞ്ഞില്ല, ഒരൊറ്റ കുടച്ചില കുടഞ്ഞു. നീർക്കോലി 1, അണലി 1, ആമേൻ, വിരിയമ്പാമ്പ് 1 എന്ന് ചൊല്ലി തനിത്തനിയാ ആമേൻ അവർ കൊടയില ഒരേ പാമ്പ് தான் ഉദറി തള്ളി. അതെ, ഡിഫറെന്റ് സ്പീഷീസിനെ കുടഞ്ഞില്ല. ആമേൻ. ഡിഫറന്റ് ആയുള്ളതാണ് ആമേൻ പാമ്പை കൊടയോ ഒരൊറ്റ കുടച്ചിൽ കുടഞ്ഞു. ഒരേ ഒരു ഉദറിലേക്ക് ആമേൻ ഇടയിലേക്ക് കുടഞ്ഞു. അതിന്റെ വംശമില്ലാതായി. ആമേൻ. അതിന്റെ വംശം അലിന്തു പോയി. ഈ രാത്രി ആത്മനിറവിൽ നീ കുടയുന്നത് അതിന്റെ വംശത്തെ ഇല്ലാതാകുകയാണ്. இந்த ராத்திரி ஆவியின் நிறைவிலே நீ உதறி போடுகிறது, அதனுடைய வம்சம் அழிக்கப்படும். Come on, ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവ പിള്ളേകൾക്കായി ദേവനെ മഹിമപ്പെടുത്തുന്നു. ഈ രാത്രിയിൽ നീ കുടഞ്ഞു കളയുന്നത്, இந்த ராத்திரியிலே നീ ഉദറി പോടുகிறது, എന്നേക്കുമായി അതിന്റെ പരമ്പര ഇല്ലാതാകുകയാണ്. എന്നേക്കുമായി അതിനുடைய തലമുറ ഇല്ലാമലാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസേ, പൗലേ, എങ്ങനെ നിനക്ക് കുടയാൻ പറ്റി? എപ്പടി നീ ഉദറിനായി? പൗലോസ് പറയും, പൗൽ ചൊല്ലുവാ, എന്നെ കടിച്ച അണലിയേക്കാളും അകത്തുള്ള പുനരുത്ഥാനത്തിന്റെ ശക്തി പവർഫുൾ ആണെന്ന് ഞാൻ என்னை ஆமென் கவ்விக்கொண்ட விரியம் பாம்பை பார்க்கலும் எனக்குள்ளே வாசம் பண்ணுகிற ஆமென் உயிர்ப்பின் வல்லமை உள்ள தேவ ஆவியானவருடைய வல்லமை அதை விட பெரிது. അടുത്തിരിക്കുന്നവരെ നോക്കി, அடுத்து பக்கத்தில் இருக்கிறவர்களை பார்த்து ചിരിച്ചോണ്ട് പറ, சிரித்த முகத்தோட, നിന്റെ അകത്തുള്ള തീ, உனக்குள் வாசம் பண்ணுகிற அக்கினி, നിന്റെ അകത്തുള്ള അഗ്നി உனக்குள் வாசம் பண்ணுகிற அக்கினி പുറത്തുള്ള പ്രശ്നേക്കാളത്തേക്കാൾ വലുതാണ്. ஆமென். வெளியில் உள்ள பிரச்சனையை பார்க்கலும் பெரிதா இருக்கிறது. ഇനി എല്ലാരും എന്നെ നോക്കിയേ, இனி எல்லாரும் என்னை கவனியுங்க. സത്യം പറഞ്ഞാലേ உண்மையை சொன்னால் വിരിയം പാമ്പിനോട് ഒരു ചോദ്യം ചോദിക്കാനേ, விரியம் பாம்பிடத்தில் ஒரு கேள்வி கேட்க தோன்றுகிறது. വിരിയം പാമ്പേ, விரியம் பாம்பு, നിനക്ക് ഒരു കുഴപ്പവും ചെയ്യാത്ത ഈ പൗലോസ് എടുത്ത വിറകിനകത്തൂടെ നീ എന്തിനാ പുറത്തു വന്നേ? ஆமென். உனக்கு ஒரு பிரச்சனையும் பண்ணாத இந்த பவுல் எடுத்த விறகில் கூடி நீ ஏன் வெளியில வந்தாய்? നീ ഓൾറെഡി തീയുടെ അടുത്താ കിടന്നേ. நீ ஆமென் நேரமே தீக்கு முன்னாடி தான் படுத்திருக்கிறாய். പൗലോസ് മെലീത്ത ദ്വീപിൽ വരുന്നതിന് മുമ്പ് നീ അതിനകത്ത് ഉണ്ടായിരുന്നു. ആമേൻ. പൗൽ മെലിത്ത ദ്വീപിലെ വരുகிறதற்கு മുൻപായി നീ അങ്ങേ ഇരുന്നിരുന്നാய். അന്ന് അപ്പോഴല്ല കുളിര് കായാൻ തുടങ്ങിയത്, നാളുകൾ കൊണ്ട് ആൾക്കാർ കുളിര് കാഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. இந்த நேரத்திலே அல்ல இவர்கள் அனல் ஆமேன் குளிர் காய்ந்து கொண்டிருப்பது, നാൾകളായി அவர்கள் കുളിർ കാய்ந்து கொண்டிருக்கிறார்கள். ഇവരാരും എടുത്ത വിറകിനകത്ത് നിന്ന് വിരിയം പാമ്പ് വന്നില്ല. ஆமேன். നാൾകളായി അവர்கள் ഉപയോഗപ്പെടുത്തിന വിറകിലിருந்து വിരിയം പാമ്പ് വെളിപ്പെടவில்லை. പൗലോസ് എടുത്ത വിരിയം പാമ്പിൽ നിന്ന് എന്തിനാടാ നീ പുറത്തു വന്നത്? ആമേൻ. പൗൽ എടുത്ത
விறகுல இருந்து விரியன் பாம்பே நீ ஏன் வெளியில வந்தாய்? ഇവിടെ കിടക്കുന്ന നെരുപ്പിന് അടുത്ത് കിടന്നിട്ടും ഇതുവരെ നീ പുറത്തു വരാത്തെന്താ? இங்க இருக்கிற அக்கினிக்கு அருகாமையில் இருந்தும் நீ ஏன் இதுவரை வெளிப்படவில்லை? വിരിയം പാമ്പ് എന്ത് പറയുന്നറിയോ? விரியன் பாம்பு என்ன சொல்லும் தெரியுமா? വിരിയം പാമ്പ് എന്നാ പറയുന്നറിയോ? விரியன் பாம்பு என்ன சொல்லும் தெரியுமா? പൗലോസിന്റെ അകത്തുള്ള നെരുപ്പ് പുറത്തുള്ളതിനേക്കാൾ ഭയങ്കരമാണ്. ஆமென். விரியன் பாம்பு சொல்லும் பவுலுக்குள் வாசம் பண்ணுகிற அக்கினி ஆமென் இந்த புறத்துள்ள வெளியிலுள்ள அக்கினியை பார்க்கலும் பெரியது. ഈ രാത്രി എന്നെ ഒന്ന് നോക്കി, എല്ലാരും ഒന്ന് നോക്കി. இந்த ராத்திரி எல்லாரும் என்ன வந்து கவனிங்க. ആ കുഞ്ഞിനെ കണ്ടിട്ടില്ലേ ആരും? அந்த பிள்ளையை நீங்க யாரும் பார்த்தது இல்லையா? നിങ്ങൾ എന്നെ നോക്ക്, நீங்க எல்லாம் எங்கனே கவனிங்க. ഒറ്റ മിനിറ്റ്. ஒரு நிமிடம். കാരണം ഇത് നഷ്ടപ്പെടുത്തിയാൽ അത് പോയി. ആമേൻ. നാം നഷ്ടപ്പെടുത്തുവാനാൽ അത് ഇളന്നു പോകും. ആമേൻ. വളരെ I value your time, you should value my time too. ആമേൻ. என்னுடைய நேரத்தையும் உங்களுடைய நேரத்திற்கு வேல்யூ கொடுப்போம். ഈ സമയം നമുക്ക് നാളെ തിരിച്ചു കിട്ടില്ല. இந்த நேரம் நமக்கு நாளைய தினத்திலே கிடைப்பதில்லை. അസാധാരണമായ ഒരു ആത്മീയ സത്യമാണ് ഇതിനോട് പരിശുദ്ധാത്മാവ് പറയുന്നത്. அசாதாரணமான ஒரு ஆவியின் வல்லமை உண்மையை உங்களிடத்தில் சொல்லுகிறேன். ആമേൻ. ഈ പൗലോസ് എന്ത് ചെയ്യുന്നറിയോ? இந்த പൗൽ என்ன செய்தார் தெரியுமா? അനലി കടിച്ചപ്പോ ஆமென் விரியன் பாம்பு கடித்தபோது കുടഞ്ഞു കളഞ്ഞു. உதறி போட்டார். എங்கே ഉദറി പോട്ടാർ? எங்கே உதறி போட்டார்? എല്ലാരും പറ, തീക്കുള്ള അഗ്നിയില് അല്ലെങ്കിൽ നെരുപ്പുക്കുള്ള. നെരുപ്പില്. അതാണ് ഇമ്പോർട്ടന്റ്. ആമേൻ. இதுதான் முக்கியத்துவம். കുടഞ്ഞു കളയാൻ ആമേൻ. കുടഞ്ഞു കളയാൻ അകത്തൊരു നെരുപ്പുണ്ടാകണം. ആമേൻ. ഉദറി പോടുവதற்கு நமக்குள்ள ஒரு அக்கினி வேண்டும். അല്ലെങ്കിൽ കുടഞ്ഞാ വീണ്ടും കയറി വരും. ആമേൻ. അല്ലാമേ ഉദറി പോടുവാനാൽ അത് മറുപടിയും ആമേൻ നമ്മുടെ നിന്റെ അകത്തൊരു തീ ഉണ്ടാകണം. ഉനക്കുള്ള ഒരു അഗ്നി വെളിപ്പെട வேண்டும். നിന്റെ അകത്തൊരു ഉണർവിന്റെ തീ ഉണ്ടാകണം. ഉനക്കുള്ള ഒരു ഉണർവിൻ അഗ്നി വെളിപ്പെട வேண்டும். പരിശുദ്ധാത്മാവിന്റെ തീ ഉണ്ടാകണം. പരിശുദ്ധാവിയാനവരുടെ അഗ്നി ഉണ്ടായിരിக்க வேண்டும். ക്രിസ്തീയ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കുകയല്ല. ക്രിസ്തവ வாழ்க்கை எப்படியாவது வாழ்ந்து போவது അത് ആനലുള്ള ജീവിതമാണ്. ആമേൻ. അഗ്നിയായി വെളിപ്പെടുന്ന வாழ்க்கை. തീയുടെ ലൈഫാണ്. അത് അഗ്നിയായുള്ള வாழ்க்கை. ഈ രാത്രിയിൽ இந்த இரவிலே ignite the fire inside you. ആമേൻ. നിന്റെ അകത്തുള്ള തീ അനൽ മൂട്ടണം. ആമേൻ. ഉനക്കുള്ള இருக்கிற അഗ്നി ആമേൻ അനൽ മൂട്ടി எழுப்பப்பட வேண்டும். തീയെ കത്തിക്കണം. அந்த அக்கினியை ஆமென் ஆமென் எரிய பண்ண வேண்டும். ആ തീയെ കത്തിക്കണം. அந்த அக்கினி எரிய பண்ண வேண்டும். ആ തീ കത്തിക്കണം. அந்த തീ எரியப்பட ആ வேண்டும். തീ നിന്നിൽ കത്തുമ്പോൾ அந்த அக்கினி உனக்குள்ள ஆமென் எரியும்போது നിനക്ക് വിരോധമായി ഉയർന്നു വരുന്ന സകലവിധ വിഷയങ്ങളെയും നിനക്ക് കുടഞ്ഞു കളയാം. உனக்கு விரோதமாக எழும்பி வருகிற எல்லா பிரச்சனைகளையும் சூழ்நிலைகளையும் நீ உதறி போட ഈ முடியும். രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. இந்த இரவிலே பரிசுத்தாவியானவருடைய வல்லமை உன்மேல் എന്റെ മേൽ ആ തീ വർദ്ധിക്കണമെന്ന് പറയുന്നവർ കൈ ഉയർത്തിയേ. என் மேல் இந்த அக்கினி வெளிப்படட்டும் என்று சொல்லுகிறவர்கள் கரங்களை உயர்த்துவோம்.